ഇ ഡി അടക്കം അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് രാഷ്ട്രീയ വേട്ട എന്ന പ്രതിപക്ഷ ആരോപണം അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റോടെ കൂടുതൽ ശക്തമാക്കുകയാണ് അവർ. ആ അറസ്റ്റിൽ പ്രതിഷേധം ശക്തമാക്കുന്നു. പ്രതിപക്ഷം വരുന്ന 31-ന് രാംലീല മൈതാനിയിൽ പ്രതിഷേധ മഹാറാലിയാണ്. അതിനിടയിൽ ഇ ഡി കസ്റ്റഡിയിലിരിക്കെ ഭരണനിർവഹണം തുടരുന്നു അരവിന്ദ് കെജ്രിവാൾ. പഞ്ചാബ് മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്നു BJP. പഞ്ചാബും കേരളവും അടക്കം മറ്റ് പ്രതിപക്ഷ സംസ്ഥാനങ്ങളിലേക്കും തെരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങളിൽ നേതാക്കളെ പിടിക്കാനിറങ്ങുമോ ഇ ഡി? കേരളവും പേടിക്കണോ ഇ ഡിയെ? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. അഡ്വക്കേറ്റ് കെ അൽകുമാർ, ശ്രീ ദീപ്തി മേരി വർഗീസ്, ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ശ്രീ ജോസഫ് സി മാത്യു എന്നിവർ ചർച്ചയിലേക്ക് വരും മുമ്പ് രമേശ് ചെന്നിത്തലയുടെ വാക്കുകളൊന്ന് കേൾക്കാം. കേരളത്തിൽ ഇ ഡി വരില്ല. കാരണം പിണറായിയും മോഡിയും തമ്മിലുള്ള അന്തർധാര അത്ര വലുതായതുകൊണ്ട് ഒരു കാരണവശാലും കേരളത്തിൽ ഇ ഡി വരില്ല. ആരും പേടിക്കേണ്ട കാര്യമില്ല. ശ്രീമതി ദീപ്തി മേരി വർഗീസ്, ഇവിടെ ഇ ഡി വരില്ല എന്ന് രമേശ് ചെന്നിത്തല പറയുന്നത് ഇ ഡി വരണം എന്ന ആഗ്രഹത്തിൽ വിരുദ്ധോക്തിയിൽ പറയുന്നതാണ്. ഇ ഡി വരില്ല, അത് അന്തർധാര എന്നൊക്കെ പറയുന്നുണ്ട്. ഇ ഡി ഇനി വന്നിരിക്കട്ടെ, ഇ ഡി വന്ന് ഇവിടെ മുഖ്യമന്ത്രിക്കെതിരെയോ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയോ FIR ഇട്ടു വന്നിരിക്കട്ടെ, ഇനി മുഖ്യമന്ത്രി അങ്ങ് അറസ്റ്റ് ചെയ്തു വന്നിരിക്കട്ടെ. ശ്രീമതി ദീപ്തി മേരി വർഗീസ്, നിങ്ങൾ ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് രാഷ്ട്രീയ വേട്ട എന്ന് ആരോപിക്കുമ്പോൾ ഇവിടെ ഇ ഡിക്കൊപ്പം നിൽക്കുമെന്നാണോ? കാലാകാലങ്ങളിൽ കേന്ദ്ര ഏജൻസികളെ കുറിച്ചുള്ള നിങ്ങളുടെ ഇരട്ടത്താപ്പ് വീണ്ടും പ്രശ്നമാകാൻ പോകുന്നു ഇ ഡി വന്നാൽ. അതുകൊണ്ട് ഇ ഡി വരാതിരിക്കാൻ പ്രാർത്ഥിക്കേണ്ടവർ നിങ്ങളാണ്. ദീപ്തി മേരി വർഗീസ്, അല്ല, ഇ ഡി വരില്ലല്ലോ. ഇ ഡി നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഇത്രയധികം രാജ്യം മുഴുവൻ വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ പാർട്ടിയിൽപ്പെട്ട നേതാക്കളെ ഇത്തരത്തിൽ ഇ ഡി വേട്ടയാടുമ്പോൾ, ഇത്തരത്തിൽ ബ്ലാക്ക് മെയിൽ ചെയ്യുമ്പോൾ കേരളത്തിൽ മാത്രം ഇ ഡി വരുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണല്ലോ. അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മൾ ഇത്രയും കാലം ചർച്ച ചെയ്തിരുന്ന പല വിഷയങ്ങളുണ്ടല്ലോ. 2021 ഇ ഡി ഇവിടെ എക്സാലോജിക്ക എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട് കേസെടുക്കുന്നു, അതുമായി മുമ്പോട്ട് പോകുന്നു. പക്ഷേ ഇവിടെ ആരും ഒന്നും അറിയുന്നില്ല. കേസ് അത്തരത്തിൽ തന്നെ നിൽക്കുന്നു, അത് പ്രൊസീഡ് ചെയ്യുന്നില്ല. അത് എന്തുകൊണ്ടാണ് എന്നുള്ള സ്വാഭാവികമായ സംശയം മാത്രമാണ് കോൺഗ്രസിനും പൊതുസമൂഹത്തിനും ഉള്ളത്. അപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഒരു കേസുകളെക്കുറിച്ചും, സ്വർണ്ണ കള്ളക്കടത്ത് കേസായാലും ഡോളർ കള്ളക്കടത്ത് കേസായാലും മറ്റ് എക്സാലോജിക്കായി ബന്ധപ്പെട്ട കേസായാലും, ഈ കേസുകളൊന്നും തന്നെ പ്രൊസീഡ് ചെയ്യാത്ത ഒരു സാഹചര്യം നിൽക്കുന്നു. ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്? ഇ ഡി വരുന്നില്ല എന്നുള്ളതല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. ഇ ഡി വരുന്നുണ്ട്, പക്ഷേ കേരളത്തിൽ മാത്രം ഇ ഡി പ്രൊസീഡ് ചെയ്യുന്നില്ല. ഇ ഡി കേസിന്റെ കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നില്ല. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ കേസിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ആ കേസിന്റെ ഒരു പാറ്റേൺ നോക്കൂ. മനു അഭിഷേക് സിംഗ്വി കോടതിയിൽ പറഞ്ഞ അതിന്റെ പാറ്റേൺ എന്ന് പറയുന്നത്, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും, മാപ്പ് സാക്ഷിയുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിലും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലും അരവിന്ദ് കെജ്രിവാളിന്റെ പേര് പറയാതിരിക്കുമ്പോൾ ഇയാളെ അറസ്റ്റ് ചെയ്യുന്നു, ഇയാളെ ജാമ്യമില്ലാതെ അറസ്റ്റ് ചെയ്യുന്നു, ഇയാളെ അകത്താക്കുന്നു. ഈ മാപ്പുസാക്ഷി എന്ന് പറയുന്ന ആളെ എന്തൊക്കെയാണ് ചെയ്തത്, ഇ ഡി ചെയ്തത് എന്ന് അവരാണ് പറയേണ്ടത്. എന്തൊക്കെയായാലും അവരുടെ കസ്റ്റഡിയിലായിരുന്നു. ആ കസ്റ്റഡിയിൽ ഇരുന്ന ആള് ഒരു സുപ്രഭാതത്തിൽ വന്ന് പറയുകയാണ് ഇവിടെ ഈ അരവിന്ദ് കെജ്രിവാൾ ഇതിന്റെ അകത്ത് പ്രതിയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ അത്തരത്തിൽ അരവിന്ദ് കെജ്രിവാൾ പ്രതിയാണ് എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് കേസ്. കെജ്രിവാളിനെതിരെ ആദ്യ പരാതി കൊടുത്ത ആരാണ്? അരവിന്ദ് കെജ്രിവാളിനെ ആദ്യ പരാതി കൊടുക്കുന്ന അവിടുത്തെ PCC അധ്യക്ഷനാണ് ദീപ്തി മേരി വർഗീസ്. അരവിന്ദ് കെജ്രിവാൾ നിങ്ങളുടെ അടിത്തറ ഇളക്കിക്കൊണ്ടാണ് ഡൽഹിയുടെ ഭരണം 70-ൽ 67 സീറ്റ് എന്ന നിലയിൽ പിടിച്ചടക്കിയത്. നിങ്ങൾക്ക് അരവിന്ദിനോടുള്ള പക ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മുന്നണി എന്നുള്ള നിലയിൽ നിൽക്കുമെങ്കിലും ഉള്ളിൽ പകയുണ്ടെന്നേ. കെജ്രിവാൾ ജയിലിൽ കിടന്ന് ആം ആദ്മി പാർട്ടി അടിപ്പെട്ടു പോകെങ്കിൽ നല്ലത് എന്ന് അവിടുത്തെ പ്രാദേശിക നേതാക്കൾ ആഗ്രഹിക്കുന്നുണ്ട്. അവിടെയും ഇരട്ടത്താപ്പ് പ്രശ്നമാണ് ദീപ്തി നിങ്ങൾക്ക്. അല്ല ഹാഷ്മി, അത് ഹാഷ്മിക്ക് തെറ്റിപ്പോയി. ഞാൻ പറഞ്ഞു തരാം. ഇത് അന്നാ ഹസാരെയുടെ കൂടെ CPM-ന്റെ നേതാക്കന്മാർ ഉൾപ്പെടെ, അതുപോലെ തന്നെ BJP-യുടെ നേതാക്കന്മാർ ഉൾപ്പെടെ അന്ന് UPA തകർക്കാൻ വേണ്ടി, UPA ഗവൺമെന്റ് ഇല്ലാതാക്കാൻ വേണ്ടി അന്ന് സമരം ചെയ്യുന്നു. ആ കാലഘട്ടത്തിൽ ഇവരെല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു. CPM-ഉം BJP-യും ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാളും അന്നാ ഹസാരെയും ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് സമരം ചെയ്യുകയാണ്. അതിനകത്തൊന്നും സംശയമില്ല. പക്ഷേ പിന്നീട് ഇപ്പോഴെന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇപ്പോൾ ഈ 2 വർഷത്തിന് ഉള്ളിൽ തന്നെ എന്തുകൊണ്ടാണ് ഈ 2 വർഷമായിട്ട് അരവിന്ദ് കെജ്രിവാളിനെതിരെ
അരവിന്ദിനെതിരെ ഉള്ള ഒരു കേസുമായി മുമ്പോട്ട് പോവാതിരുന്ന ഇ ഡി. ഇന്ത്യ മുന്നണിയുമായി അരവിന്ദ് കെജ്രിവാൾ യോജിച്ചു പ്രവർത്തിക്കുന്നു എന്ന് തോന്നുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഇപ്പോൾ കേസുമായി മുമ്പോട്ട് പോവുകയാണ്. താങ്കൾ വളരെ ശരിയായി സൂചിപ്പിച്ചതുപോലെ ഡൽഹിയുടെ PCC അധ്യക്ഷൻ അനിൽ ചൗധരിയാണ് ഇങ്ങനെ ഒരു സ്കാം ഉണ്ട് എന്ന് അറിയുമ്പോൾ ഇത് പരാതിയുമായി മുമ്പോട്ട് പോകുന്നത്. സ്വാഭാവികമായിട്ടും പോവുമല്ലോ. ഒരു അഴിമതിക്കെതിരെ പോരാടുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേരെ ഒരു അഴിമതി ഉണ്ട് എന്നുള്ളത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കോൺഗ്രസിന്റെ നേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം കേസുമായി പോയിട്ടുണ്ട്. ആ കേസുമായി പോയി അന്വേഷണം മുമ്പോട്ട് പോകുമ്പോൾ എന്താണ് ഈ അന്വേഷണത്തിൽ സംഭവിച്ചിരിക്കുന്നത്? ഇക്കാലം അത്രയും ഒന്നും സംഭവിക്കാതിരുന്നിട്ട് ഇത്തരത്തിലൊരു മാപ്പ് സാക്ഷിയെ ഈ അരബിന്ദോ ഫാർമയുടെ ശരത്ചന്ദ്ര റെഡ്ഡി എന്ന് പറയുന്ന രാകേഷ് അസ്താനയ്ക്ക് അനിൽകുമാർ കൊടുക്കുന്ന അനിൽ ചൗധരി കൊടുക്കുന്ന ഇതിൽ അതിന്റെ സബ്ജക്ട് കോളത്തിൽ പറയുന്നത് റിഗാർഡിംഗ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് മൾട്ടി ക്രോർ സ്കാം ഇൻ ഇല്ലീഗൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലിക്വർ ലൈസൻസസ് ടു ഷെൽ കമ്പനീസ് ഓഫ് ഒയാസിസ് ഗ്രൂപ്പ്സ് വയലേറ്റിംഗ് ടേംസ് ആൻഡ് കണ്ടീഷൻ ഓഫ് ദ ന്യൂ എക്സൈസ് പോളിസി 2021-22 ബൈ ആം ആദ്മി പാർട്ടി ലെഡ് ഗവൺമെന്റ്. അവിടെ അഴിമതി ഉണ്ടായിട്ടില്ല എന്ന് കോൺഗ്രസിന് നിലപാടില്ല. കോൺഗ്രസിന്റെ പ്രശ്നം എന്താണ്? ഈ സമയവും ഈ പറയുന്ന ഈ തെരഞ്ഞെടുപ്പിന്റെ മുഹൂർത്തം മാത്രമേ അവിടെ കോൺഗ്രസിന് പ്രശ്നമുള്ളൂ. ദീപ്തി, ഹാഷ്മി, ഞാൻ അതിനെ എതിർത്തില്ലല്ലോ. ഈ അഴിമതിക്കെതിരെ പരാതി കൊടുത്തു എന്നുള്ള കാര്യത്തിനെ ഞാൻ എതിർക്കുന്നില്ല. കോൺഗ്രസ് പാർട്ടി എതിർത്തിട്ടില്ല. പക്ഷേ ഈ ഇപ്പോൾ നടന്ന ഈ അറസ്റ്റിന്റെ കാര്യത്തിലാണ് കോൺഗ്രസ് പാർട്ടിക്ക് വിയോജിപ്പുള്ളത്. ഇന്ത്യ മുന്നണിയിൽ ചേർന്നതിന് ശേഷം ഒരു മാപ്പ് സാക്ഷിയെ മനഃപൂർവ്വമായി ജാമ്യമില്ലാത്ത ഒരു കേസിൽ പെടുത്തിക്കൊണ്ട് കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് ജാമ്യം കൊടുക്കാതെ ഈ കെജ്രിവാളിന്റെ പേര് ആദ്യത്തെയും രണ്ടാമത്തെയും സ്റ്റേറ്റ്മെന്റിലും പറയാത്ത വ്യക്തി ഇപ്പോൾ അതൊരു സുപ്രഭാതത്തിൽ വിളിച്ചു പറയുന്നു. എന്താണ് അതിന്റെ പിന്നിലുള്ള കാരണം? അത് നമ്മൾ അന്വേഷിക്കേണ്ടേ? ഒരു മാപ്പ് സാക്ഷിയെ കൊണ്ട് അത്തരത്തിൽ പറയിപ്പിക്കുന്നു. ആരാണിത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആരാണ് ശരത്ചന്ദ്ര റെഡ്ഡി എന്ന് പറയുന്നത്? നവംബർ 10, 2022 5 കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് എടുത്തിരിക്കുന്നു. അതിനുശേഷം ജൂൺ 2023 34.5 കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് എടുത്തിരിക്കുന്നു. അപ്പോൾ ഈ ഇലക്ട്രൽ ബോണ്ട് എടുത്തത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം ഇന്ന് രാജ്യം ചോദിക്കുന്ന, ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥിതി ഇല്ലാതാക്കിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ മുഴുവൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും തങ്ങളുടെ ചൊൽപ്പടിക്ക് നിർത്തിക്കൊണ്ട് BJP ഭരണം നടത്തുമ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഈ അറസ്റ്റ് നടന്നത് എന്നുള്ളതാണ് കോൺഗ്രസിന് പറയാനുള്ളത്. അറസ്റ്റ് നടക്കുമ്പോൾ പ്രാദേശിക തലത്തിൽ അവിടെ നിൽക്കുന്ന റൈവൽ രാഷ്ട്രീയ പാർട്ടികൾ നിലപാടുണ്ടാകാം. പക്ഷേ മൊത്തത്തിൽ പ്രതിപക്ഷ ഐക്യമെന്ന് വരുമ്പോൾ പ്രതിപക്ഷ നേതാക്കളെ ഒന്നൊന്നായി പിടിച്ചകത്തിടുമ്പോൾ അല്ലെങ്കിൽ ഓരോരുത്തരെ ഉന്നമിച്ച് നീങ്ങുമ്പോൾ അത്തരത്തിൽ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാം. അതിൽ ക്ലാരിറ്റി ഉണ്ട്. ഞാൻ എത്താം ദീപ്തി. സി ബി ഗോപാലകൃഷ്ണൻ ശരി, ഞാൻ എത്താം സി ബി ഗോപാലകൃഷ്ണൻ, ഇവിടെ ബാക്കിയൊക്കെ പോട്ടെ. ഇപ്പോൾ ജയിലിരുന്ന് അരവിന്ദ് കെജ്രിവാൾ ഭരിക്കുകയാണ്. അവിടെ വരാൻ പോകുന്ന ഡൽഹിയിൽ കൊടിയ വേനൽക്കാലമാണ്. അതുകൊണ്ട് കുടിവെള്ള ടാങ്കറിന്റെ അടക്കം ലഭ്യത ഉറപ്പാക്കണമെന്ന് ജയിലിലിരുന്നു കൊണ്ട് കുറിപ്പിലൂടെ ഉത്തരവിറക്കി ഭരണനിർവഹണം ഉറപ്പാക്കുന്ന കെജ്രിവാൾ എത്ര നാൾ അത് പോകാൻ കഴിയുമെന്ന് അറിയില്ല. അത് ശരിയാണോ എന്ന് ചോദ്യം അവിടെയുണ്ട്. അപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ മാപ്പ് സാക്ഷിയുടെ വാക്കുകളാണ്. ഏത് മാപ്പ് സാക്ഷി? റെഡ്ഡി എന്ന് പറയുന്ന അരവിന്ദോ ഫാർമയുടെ മുതലാളി ആദ്യം വിളിക്കുന്നു, ചോദ്യം ചെയ്യുന്നു, കെജ്രിവാളിനെ അറിയില്ല. രണ്ടാമത് ചോദ്യം ചെയ്യുന്നു, കെജ്രിവാളിനെ അറിയില്ല. അറസ്റ്റ് ചെയ്യുന്നു, പ്രതി ചേർക്കുന്നു, ജാമ്യം നിഷേധിപ്പിക്കപ്പെടുന്നു. റെഡ്ഡിയുടെ അറസ്റ്റിന് 5-ാം നാൾ BJP കൈപ്പണം 5 കോടി. ബാക്കി എല്ലാ കേസുകളിലും പ്രതികളുടെ ജാമ്യാപേക്ഷ എതിർക്കുന്ന ED അവിടെ റെഡ്ഡിയുടെ ജാമ്യാപേക്ഷ എതിർക്കുന്നില്ലെന്ന് മാത്രമല്ല, അതിനുശേഷമാണ് ബോണ്ടിൽ പണം കൊടുത്തതിന് ശേഷമാണ് കേട്ടോ സി ബി ഗോപാലകൃഷ്ണൻ. അയ്യോ പാവം, എന്താണ് വയ്യ എന്ന് റെഡ്ഡി പറഞ്ഞതിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ശരിവെക്കുകയാണ് ED. മാപ്പ് സാക്ഷിയാകാൻ ആവശ്യപ്പെട്ടു, ED എതിർക്കുന്നില്ല. നവംബർ 8 ഒറ്റ ദിവസം കൊണ്ട് അരബിന്ദോയും 2 അനുബന്ധ കമ്പനികളും BJPക്കായി വാങ്ങിയത് 50 കോടിയുടെ ബോണ്ട്. കോടികൾ കൊണ്ട് BJPയെ മൂടി ഒരുത്തന്റെ മൊഴിയാണ് മുഖ്യമന്ത്രിയെ പിടിച്ചകത്താൻ EDക്ക് വേദവാക്യം എന്ന ആരോപണം ശരിയല്ലേ ബി ഗോപാലകൃഷ്ണൻ? വിവരക്കേട് പറയല്ലേ എൻ്റെ പൊന്ന് ചങ്കാതി. ED അല്ല, കേസെടുക്കാനല്ലേ EDക്ക് പറ്റുള്ളൂ. കേസെടുക്കാൻ EDക്ക് പറ്റും, പക്ഷേ അറസ്റ്റ് ചെയ്യാനും EDക്ക് പറ്റും. പക്ഷേ ജയിലിലിടാൻ EDക്ക് പറ്റുമോ? ഇല്ലല്ലോ. ഏജൻസിക്ക് വേണമെങ്കിൽ ഏത് തരത്തിലുള്ള കേസുകൾ വേണമെങ്കിലും നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ എടുക്കാം. ഏത് തരത്തിൽ കളവായിട്ടുള്ള കേസെടുക്കാം. കാരണം കേരളത്തിലെ പല ആളുകളും എടുക്കുന്ന കേസ് അങ്ങനെയാണല്ലോ. പലതരത്തിലുള്ള കേസുകൾ എടുക്കാം. തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്കെതിരെ ഏതൊക്കെ തരത്തിലുള്ള കേസെടുക്കാനാണ് ശ്രമിച്ചത്, അതൊക്കെ എടുക്കാം. അതൊക്കെ പോലീസിനും ഏജൻസികൾക്കും ഒക്കെ എടുക്കാം. പക്ഷേ കോടതി എന്താ നിലപാടാണ് സ്വീകരിച്ചത്? സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ കോടതി എടുത്ത നിലപാടെന്താ? ഇന്ത്യയിലെ ഏതാണ്ട് പല പ്രധാനപ്പെട്ട കേസുകളിലും കോടതി എടുത്ത നിലപാടെന്താ? എൻ്റെ പൊന്നു സുഹൃത്തെ, നിങ്ങൾ ഈ കെജ്രിവാളിൻ്റെ കാര്യത്തിൽ ഒരു ഇലക്ട്രൽ ബോണ്ട് വെച്ചിട്ട് നിങ്ങളതിനെ മറയ്ക്കാനും കെജ്രിവാളിനെ വെള്ളപൂശാനും നിങ്ങൾ ശ്രമിച്ചതിൽ ഒരു അർത്ഥവുമില്ല. കൃത്യമായിട്ടുള്ള എവിഡൻസ് ഇല്ലാതെ കോടതി അരവിന്ദോ മുതലാളി പണം കൊടുത്ത കാര്യം
ബി ഗോപാലകൃഷ്ണൻ നിഷേധിക്കാൻ പറ്റുമോ? താങ്കൾ ഉത്തരം പറയണം എന്നോട്. അരബിന്ദോ മുതലാളി പണം കൊടുത്ത കാര്യം ബി ഗോപാലകൃഷ്ണൻ നിഷേധിക്കാൻ പറ്റുമോ? പണം കൊടുത്തതിന് ശേഷം ഇയാൾ പ്രതിയിൽ നിന്ന് മാപ്പുസാക്ഷിയായ കാര്യം അങ്ങേക്ക് നിഷേധിക്കാൻ കഴിയുമോ? അത് കഴിഞ്ഞ് പിന്നെയും 50 കോടി കൊടുത്തവരെ നിഷേധിക്കാൻ കഴിയുമോ? ഈ മദ്യനയ അഴിമതി കേസിൽ പ്രധാന പ്രതിയെന്ന് കരുതപ്പെടുന്ന ആളുടെ പണം കൈപ്പറ്റിയ പാർട്ടിയാണ് സർ നിങ്ങൾ. താങ്കൾ എന്നോടൊരു ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയും. അപ്പോൾ നിങ്ങൾ വേറൊരു ചോദ്യമായിട്ട് വരരുത്. ഒരു മര്യാദയൊക്കെ വേണം നമ്മുടെ ചർച്ചയിൽ. ഞാൻ വളരെ കൃത്യമായിട്ട് താങ്കളുടെ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പറയുകയാണ്. നിങ്ങൾ ഇലക്ട്രൽ ബോണ്ട് വെച്ചിട്ട്, ഏതെങ്കിലും ഒരാളുടെ ഇലക്ട്രൽ ബോണ്ട് വെച്ചിട്ട് നിങ്ങൾ കെജ്രിവാളിൻ്റെ അറസ്റ്റിനെയോ കെജ്രിവാളിൻ്റെ റിമാൻഡിനെയോ നിങ്ങൾ മറയ്ക്കാൻ നോക്കിയാൽ നടക്കില്ല. ഞാൻ 2-3 കാര്യം കൃത്യമായി പറഞ്ഞോട്ടെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചോദിച്ചോ. ഞങ്ങൾ ഇലക്ട്രൽ ബോണ്ട് ആര് തന്നാലും മേടിക്കും. ഞാൻ വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്. ഞങ്ങൾ ഇലക്ട്രൽ ബോണ്ട് ആര് തന്നാലും മേടിക്കും. ഞങ്ങൾ കിമ്പളം മേടിക്കില്ല, ഞങ്ങൾ മാസപ്പടി മേടിക്കില്ല, ഞങ്ങൾ പിന്നിക്കൂടെ പൈസയൊന്നുമില്ല. ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ സുതാര്യമാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാതിരി ഒന്നുമല്ല ഇലക്ട്രൽ ബോണ്ട്. ഇലക്ട്രൽ ബോണ്ട് കൊടുക്കുന്നവന് നികുതി കൊടുക്കണം. ആരാണ് കൊടുക്കുന്നത് എന്ന് സ്റ്റേറ്റ് ബാങ്കിൽ അത് കൃത്യമായിട്ടുള്ള തെളിവുണ്ട്. ഇപ്പോൾ സുപ്രീം കോടതി അത് ആവശ്യപ്പെട്ടപ്പോൾ അത് വെളിയിൽ വന്നില്ലേ? അത് എപ്പോഴും വെളിയിൽ പറയേണ്ട ആവശ്യമില്ല. ഇലക്ട്രൽ ബോണ്ടെന്ന് പറഞ്ഞാൽ അത് ആരും അറിയാതെ കൊടുക്കുന്ന പൈസയല്ല. മേടിക്കുന്നവനും കൊടുക്കുന്നവനും നികുതി കൊടുക്കണം. അതുകൊണ്ട് അത് വെള്ളപ്പണമാണ്. ഇനി ആരുടെയെങ്കിലും പൈസ മേടിച്ച് ഇലക്ട്രൽ ബോണ്ട് മേടിച്ചോ, ഞങ്ങൾ ഇലക്ട്രൽ ബോണ്ട് മേടിക്കും. അത് നീതി നിഷേധമാണ്, അത് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞാൽ ഞങ്ങളത് വേണ്ട നോക്കും. ഇത്രയേ ഉള്ളൂ. ഇതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പണവും മേടിച്ചിട്ടുണ്ട്. ഇലക്ട്രൽ ബോണ്ടിൽ കോൺഗ്രസ് മേടിച്ചിട്ടുണ്ട്, CPM DMKയുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും അത്ര വലിയ കാര്യമല്ല, നിങ്ങളത് മാറ്റിവെക്കേ. നിങ്ങൾ കെജ്രിവാളിൻ്റെ കാര്യമാണ് ചോദിച്ചത്. ഞാൻ കെജ്രിവാളിൻ്റെ ഉത്തരവാണ് നിങ്ങളോട് പറയുന്നത്. അതിലെ ആദ്യത്തെ പ്രശ്നം, കവിതയെ അറസ്റ്റ് ചെയ്തു. കവിതയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ കൃത്യമായിട്ടുള്ള കിൻ ആരാണ് എന്ന് കവിത പറയുന്നുണ്ട്. ആ കവിതയുടെ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരമാണ് വാസ്തവത്തിൽ കെജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അല്ലാണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാതിരി ഈ മാപ്പ് സാക്ഷി മാത്രമല്ല. ഇനി മാപ്പ് സാക്ഷിയാണ്, അതൊക്കെ കേസിൻ്റെ കാര്യമാണ്. ഞാൻ ചോദിക്കുന്ന ഒരു സിമ്പിൾ ചോദ്യമാണ്. ഹൈക്കോടതി എന്തുകൊണ്ടാണ് കഴിഞ്ഞ ഒക്ടോബർ മാസം മുതൽ ഇയാൾക്ക് സമൻസ് അയച്ചിട്ട് ഇയാളോട് സമൻസ് മേടിച്ചതിന് ശേഷം ഇയാൾ ഹാജരാവാതിരുന്നപ്പോൾ ഒക്ടോബറിലും നവംബറിലും ഡിസംബറിലും ജനുവരിയിലും ഫെബ്രുവരിയിലും എല്ലാം ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ ഇയാൾക്ക് സ്റ്റേ കൊടുത്തു. ഇപ്പോൾ എന്താണ് ഈ ഡൽഹി കോടതിയിൽ കഴിഞ്ഞ ദിവസം നടന്ന എന്തെങ്കിലും ഒരു കാര്യം താങ്കൾക്ക് ഈ ചാനലിലൂടെ പറയാൻ പറ്റുമോ? ഇംഗ്ലീഷ് ചാനലുകൾ ഈ കാര്യം മുഴുവൻ വെളിവിടുന്നുണ്ട്. നിങ്ങളെന്തിനാ മറച്ചു വയ്ക്കുന്നത്? നിങ്ങൾ മറച്ചു വയ്ക്കുന്നത് എന്തിനാ? നിങ്ങൾ സ്ഥിരം മറച്ചു വെക്കുന്ന ഒരു ചാനലാണ്. ഉദാഹരണം പറയാം നിങ്ങളോട്. നിങ്ങളുടെ മറ്റൊരു അവതാരം ഉണ്ടല്ലോ, ഗോപികൃഷ്ണൻ. ഞാൻ പറയാം. ഗോപികൃഷ്ണൻ ഉണ്ടല്ലോ, നിങ്ങളുടെ ചാനലിലെ മറ്റൊരു അവതാരകനാണ് ഗോപികൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു ചർച്ചയിൽ ഞാൻ പങ്കെടുത്തു. ആ ചർച്ച എന്ന് പറഞ്ഞാൽ കലാമണ്ഡലം ഗോപിയുമായിട്ടുള്ള വിഷയമാണ്. നിങ്ങൾ മാത്രമാണ് ആ വിഷയത്തിൽ ചർച്ച ചെയ്തത്. അന്ന് അദ്ദേഹം പറഞ്ഞു, കലാമണ്ഡലം ഗോപിയുടെ വിഷയത്തിൽ BJP വേണം. ആരാണ് ഗോപിക്ക് പത്മഭൂഷണും പത്മശ്രീയും എല്ലാം കൊടുക്കാൻ തീരുമാനിച്ചത്, അല്ലെങ്കിൽ ഗോപി വന്നില്ലെങ്കിൽ ഗോപിയെ ഭീഷണിപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞത്? ആ ആളെ നിങ്ങൾ കണ്ടെത്തണം, BJP കണ്ടെത്തണം. ഞാൻ പറഞ്ഞു എനിക്കാവില്ല. അപ്പോൾ അവിടെ ഒരു കാരശ്ശേരി മാഷ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കണം. ഞാൻ പറഞ്ഞു കേസ് കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ ഞാൻ ഈ ബഹുമാനപ്പെട്ട എൻ്റെ വളരെ അടുത്ത സുഹൃത്തായ ഗോപികൃഷ്ണനോട് പറഞ്ഞു, കേസ് ചെയ്യാൻ നാളെ കൊടുക്കും, പക്ഷേ നിങ്ങളൊരു വാർത്ത കൊടുക്കണം. അപ്പോൾ എന്നോട് പറഞ്ഞു എല്ലാ വാർത്തകളും ഞങ്ങൾ കൊടുക്കും. മിസ്റ്റർ ഹാഷ്മി, പിറ്റേ ദിവസം പേരാമംഗലം സ്റ്റേഷനിൽ ഞാൻ പരാതി കൊടുത്തു. പരാതി കൊടുത്തു. ആ പരാതി കൊടുത്ത കാര്യം, ഒരു മിനിറ്റ്, ആ കണ്ടുപിടിക്കൽ എന്റെ പണിയാണോ? നിങ്ങളത് പരാതി കൊടുത്ത ആൾ മറുപടി ആദ്യം സർ, BJPക്ക് വേണ്ടി സുരേഷ് ഗോപി ഒന്ന് ആശീർവദിച്ചാൽ പത്മഭൂഷൺ വാഗ്ദാനം ചെയ്ത ഡോക്ടർ ആരാണ് എന്ന് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം, അല്ലെങ്കിൽ അന്വേഷക ഉത്തരവാദിത്വം ബി ഗോപാലകൃഷ്ണൻ ഇല്ലേ? ഇപ്പൊ ചാനൽ ചർച്ചയിൽ പറഞ്ഞു എന്നാൽ പരാതി കൊടുത്തും കിട്ടേക്കാൻ വഴിപാടിന്, അങ്ങനെയാണോ? ഞാനൊന്ന് പറയട്ടെ, പറഞ്ഞതിന് ശേഷം സംസാരിക്കും പ്ലീസ്. അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ പോവില്ല. അതൊരൊറ്റ പോയിന്റിൽ നമുക്ക് അവസാനിക്കും. കാരണം ഈ വിഷയം അതല്ലല്ലോ, ഒറ്റ പോയിന്റാ. ആരാണ് അങ്ങനെ പറഞ്ഞത് അത് അന്വേഷിക്കാനുള്ള ബാധ്യത അന്വേഷണ ഏജൻസിക്കുണ്ട്. ആ അന്വേഷണ ഏജൻസി എന്ന നിലയിൽ അന്വേഷണ ഏജൻസിയുടെ മുമ്പിൽ പരാതി കൊടുക്കാൻ കാരശ്ശേരി മാഷും കോൺഗ്രസിൻ്റെ വക്താവും പറഞ്ഞു. ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ പരാതി കൊടുത്തു. പരാതി കൊടുത്താൽ അപ്പം ഞാൻ ഗോപികൃഷ്ണനോട് പറഞ്ഞു, പരാതി ഞങ്ങൾ കൊടുക്കും,
നിങ്ങൾ പരാതി കൊടുക്കുമോ? വീണ്ടും ചോദിച്ചു. കാരശ്ശേരി മാഷ് പറഞ്ഞു പരാതി നമ്മുടെ വിഷയം അതല്ല, അതിൽ തന്നെ നിൽക്കണ്ട. കൊടുത്താൽ ശരി, അപ്പോൾ താങ്കൾ പറഞ്ഞു വരുന്ന ആ പരാതി കൊടുത്ത വാർത്ത നമ്മൾ കൊടുത്തില്ലെന്നാണോ? വാസ്തവത്തിൽ വലിയ വാർത്ത. ഞാൻ വിഷയത്തിലേക്ക് പോകുന്നില്ല. താങ്കൾ പറഞ്ഞു വരുന്നത് ഗോപികൃഷ്ണനോട് ഞാൻ പറഞ്ഞു, താങ്കൾ പറഞ്ഞു വരുന്ന താങ്കൾ പരാതി കൊടുത്ത വാർത്ത നമ്മൾ കൊടുത്തില്ല എന്നാണ്. അങ്ങനെയാണോ? കൊടുത്തില്ല. അതുകൊണ്ടാണ്, അത്രേ ഉള്ളൂ. ശരി, എന്നാ താങ്കൾ അന്വേഷിക്കണം. ഗോപികൃഷ്ണൻ കൊടുക്കാമെന്ന് പറഞ്ഞാ ശരി, അപ്പൊ കൊടുക്കില്ല. ശരി, അപ്പൊ ചാനൽ ചർച്ചയിൽ പറഞ്ഞതുകൊണ്ട് മാത്രം പരാതി കൊടുത്ത ബി ഗോപാലകൃഷ്ണൻ ആരാണ് ഗോപിയാശാനെ പോലെ ഒരാളോട്, ഒരു മഹാനായ കലാകാരനോട് സുരേഷ് ഗോപി ആശീർവദിച്ചാൽ പത്മഭൂഷൺ എന്നുള്ള വാഗ്ദാനം കൊടുത്തതെന്ന് അന്വേഷണം എവിടെ വരെ എത്തി എന്ന് ചർച്ച കഴിഞ്ഞ് പോയി നോക്കണം. അതാരാണെന്ന് അറിഞ്ഞാൽ വാർത്ത കൊടുക്കും വാക്കാണ്. ബി ഗോപാലകൃഷ്ണൻ അന്വേഷിക്കുമോ? അത് ആരാണെന്ന് അന്വേഷിക്കേണ്ട ചുമതല, അത് ആരാണെന്ന് അന്വേഷിക്കാനുള്ള പരാതി കൊടുത്ത് ഒരു ചാനൽ ചർച്ചയിൽ ഒരു വാശിക്ക് കയറി ചുമ്മാ പരാതി കൊടുത്തിട്ട് അതുവഴി പോകലാണോ ഒരു പരാതിക്കാരൻ ചെയ്യേണ്ടത്? അതിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ, അതിൽ ആ പരാതിയിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആരാണ് ഈ പറഞ്ഞ ഡോക്ടർ, ആരാണ് ഈ ഡോക്ടർ എന്ന് അന്വേഷണം എവിടെ വരെയാ എന്നൊരു വാക്ക് ചോദിക്കണ്ടേ ബി ഗോപാലകൃഷ്ണൻ? ഇത് വലിയ പാടൊന്നുമില്ലല്ലോ, ഇത് വലിയ പാടുള്ള കേസൊന്നും അല്ലല്ലോ. ആരാണ് ഫോൺ നമ്പർ നോക്കി അറിയില്ലേ? ഞാൻ വിളിച്ച് ചോദിച്ചു. മിസ്റ്റർ, നിങ്ങൾ വലിയ ഡയലോഗ് ഒന്നും അടിക്കണ്ട. നിങ്ങൾ വലിയ ഡയലോഗ് ഒന്നും അടിക്കണ്ട. ഗോപികൃഷ്ണൻ പറഞ്ഞത് പരാതി കൊടുത്താൽ പിറ്റേ ദിവസം ഞങ്ങൾ അത് വാർത്തയിൽ കൊടുക്കും. പരാതി കൊടുത്ത പിറ്റേ ദിവസം വാർത്ത കൊടുക്കും. പരാതി കൊടുത്തു. നിങ്ങൾ പരാതിയിൽ, എൻ്റെ പരാതിയിൽ കൃത്യമായ അന്വേഷണമുണ്ട്. പക്ഷെ ആ അന്വേഷണത്തെ കുറിച്ച് നിങ്ങൾ ഒരക്ഷരം മിണ്ടിയില്ല. എന്താണ് അന്വേഷണം? പറയൂ. അല്ല, താങ്കൾ ഇവിടെ വെളിപ്പെടുത്തും. ബിജെപിയെ നശിപ്പിക്കണം. സർ, ബിജെപിക്ക് വേണ്ടി ഗോപിയാശാനെ പോലൊരു മഹാനടനെ വിളിച്ചിട്ട് പത്മഭൂഷൺ അങ്ങ് തന്നൊതുക്കാം എന്ന് ബിജെപിക്ക് വേണ്ടി വാഗ്ദാനം ചെയ്ത ആ അൽപ്പൻ ആരാണെന്ന് അറിയണ്ടേ ബി ഗോപാലകൃഷ്ണൻ? അങ്ങൊന്ന് അന്വേഷിച്ച് പറയൂ. ഞാൻ അങ്ങയിലേക്ക് എത്താം. നമ്മുടെ വിഷയം അതല്ല, അതുകൊണ്ട് ഞാൻ അങ്ങയിലേക്ക് എത്താം. അടുത്ത ഘട്ടത്തിലെത്താം. ശാൽകുമാർ, അല്ലല്ല, ഞാൻ ഈ വിഷയത്തിൽ അത് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഞാൻ തീർത്തോട്ട് പോയത്, ഈ വിഷയം തീർത്തിട്ട് പോയത്. അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞിട്ടില്ല. അതിനകത്തൊരു വരി ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. ഇവിടെ നീതിന്യായ വ്യവസ്ഥയുണ്ട്, ഇവിടെ പോലീസുണ്ട്, ഇവിടെ നിയമമുണ്ട്, ഇവിടെ അന്വേഷണ ഏജൻസിയുണ്ട്. ഇവർക്കെല്ലാം കേസെടുക്കാനേ അവകാശമുള്ളൂ. ഒരു വർഷമായി ഈ കേസുമായി ബന്ധപ്പെട്ട സിസോദിയ ഒറ്റ വർഷമായി ജയിലിൽ കിടക്കുക. എന്നാ ഇവിടുത്തെ കോടതിക്ക് എന്തുകൊണ്ടാണ് ആ സിസോദിയയ്ക്ക് ജാമ്യം കൊടുക്കാത്തത്? ശരി, താങ്കൾക്ക് അറിയാത്തതല്ല, PML എന്നുള്ള നിയമത്തിന്റെ ഒരിക്കൽ എടുത്തു കളഞ്ഞാൽ പിന്നീട് വീണ്ടും ഇൻകോർപ്പറേറ്റ് ചെയ്ത ആ നിയമത്തിന്റെ മാരകത്വം കൊണ്ട് താങ്കൾക്ക് അറിയാത്തതല്ല. ഈ കഴിഞ്ഞ ഒക്ടോബറിൽ മനീഷ് സിസോദിയുടെ ജാമ്യ ഹർജി പരിഗണിക്കവേ കോടതി ചോദിച്ചു, അരക്കഴിഞ്ഞ് തെളിവുണ്ടോ എന്ന് ചോദിച്ചു. ഈ പറഞ്ഞ കേട്ടുകേഴ്വി അല്ലാതെ അരക്കഴിഞ്ഞിട്ട് തെളിവുണ്ടോ എന്ന് ചോദിച്ചു. ട്രയലിലേക്ക് എത്തിയാൽ 2 ചോദ്യത്തിൽ പൊട്ടി കാട്ടിക്കയറുന്ന കേസാണെന്ന് പറഞ്ഞ സിസോദിയ. അങ്ങനല്ല സർ, താങ്കൾക്ക് PMLA നിയമത്തിന്റെ മാരക സ്വഭാവം അറിയാത്തതുകൊണ്ടാണ്. അറിയാത്തതുകൊണ്ടല്ല, അറിയില്ലെന്ന് നടിക്കുന്നതുകൊണ്ടാണ്. PMLA അല്ല, ഏത് കേസ് ഞാൻ PMLA ഒക്കെ നന്നായി പഠിച്ചവനാ. ഈ നാട്ടിൽ സുപ്രീം കോടതി അപ്പുറത്തെ കേസ് വന്നാലും സുപ്രീം കോടതി പറഞ്ഞതാണ് ഈ പറയുന്ന 100 കോടിയുടെ കേട്ടുകേഴ്വിയല്ലാതെ, 100 കോടിയുടെ കേട്ടുകേഴ്വിയല്ലാതെ തെളിവുണ്ടോ, പ്രൊസീഡ്സ് ഓഫ് ക്രൈം ഉണ്ടോ, പണം പിടിച്ചെടുത്തതിന് തെളിവുണ്ടോ? ഈ കേസുമായി വിചാരണയിലേക്ക് പോയാൽ 2 ചോദ്യത്തിൽ സിസോദിയുടെ കേസ് പൊളിഞ്ഞ് കാട്ടിക്കയറുമെന്ന് പറഞ്ഞത് സുപ്രീം കോടതിയാണ്. ഓക്കെ, ശ്യാൽകുമാർ, ഇവിടെ സുപ്രീം കോടതി പറഞ്ഞാണ്. നിങ്ങൾ വെറുതെ വിവരക്കേട് പറയല്ലേ സർ? സുപ്രീം കോടതി പറഞ്ഞാണ് ആരെയും ജയിലിടാൻ പറ്റില്ല. സുപ്രീം കോടതി പറഞ്ഞതാണ്. തെളിവില്ലെങ്കിൽ ഉള്ളിൽ കിടക്കാൻ പറ്റില്ല. ബി ഗോപാലകൃഷ്ണൻ, സുപ്രീം കോടതി പറഞ്ഞതാണ്. ട്രയലിലേക്ക് പോയാൽ 2 നാൾ കൊണ്ട് തീരുന്ന, 2 ചോദ്യത്തിൽ തീരുന്ന കേസാണിത് ഈ തെളിവുകൊണ്ടാണെങ്കിൽ പറഞ്ഞത്. പോട്ടെ, അത് വരട്ടെ. ശ്രീ കെ അനിൽകുമാർ, ശരി, ശ്രീ കെ അനിൽകുമാർ, ED, NIA പോലുള്ള അന്വേഷണ ഏജൻസി, PMLA പോലുള്ള വകുപ്പുകൾ ഇപ്പോൾ ഒരു ഇലക്ഷന്റെ ഷെഡ്യൂൾ അനുസരിച്ച് അതിന് പ്രവർത്തിക്കാൻ കഴിയില്ല. BJP ഈ പറഞ്ഞ റെഡ്ഡിമാരുടെ അടുത്തും പണം വാങ്ങും, ഈ പറഞ്ഞ അരവിന്ദോ ഫാർമയിൽ നിന്ന് പണം വാങ്ങും, അതൊരു സൈഡിൽ കൂടെ നടക്കും. അന്വേഷണ ഏജൻസികളുടെ നീക്കം ഒരു സൈഡിൽ കൂടെ അങ്ങനെ നടക്കും. അങ്ങനെ എല്ലാം കൃത്യമായി നടക്കുന്ന, സാധാരണമായി നടക്കുന്ന സംഭവ വികാസങ്ങൾ എന്നങ്ങ് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുമോ ശ്രീ കെ അനിൽകുമാർ? ആദ്യമായിട്ട് കേരള മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തെന്നിരിക്കട്ടെ, അങ്ങനെ ഉദാഹരണം ഒരു മര്യാദയുള്ള കാര്യമായിരുന്നില്ല. അതിന് കാരണം കേരള മുഖ്യമന്ത്രിയെ ഒരു ചോദ്യം ചെയ്യാൻ തക്കവണ്ണമെന്നല്ല, ഒരു നോട്ടീസ് അയക്കാൻ തക്കവണ്ണം ഏതെങ്കിലും ഒരു കേസ് നിലവിലുണ്ടോ?
ഒരാരോപണം നിലവിലുണ്ടോ? ശ്യാൽകുമാർ, താങ്കൾ അതൊക്കെ പിടിക്കും. ഞാൻ നമ്മള് ഒരു കെട്ടുകഥ കോൺഗ്രസിന്റെ നിലപാട് എന്താണെന്ന് അറിയാൻ വേണ്ടി ചോദിക്കുന്ന പല ചോദ്യമാണ്. ആളുകളും- കേരളത്തിൽ മുഖ്യമന്ത്രി അറസ്റ്റ് ഞാൻ പറയല്ല. ഞാൻ അവിടുത്തെ തന്നെ പിടിക്കും. പിണറായി വിജയന്റെ ചങ്കത്ത് പെര വെക്കാൻ വേണ്ടി കുറെ പേര് നടക്കുന്നുണ്ട്. ആ കൂട്ടം ഹാഷ്മിയുണ്ട്, ഹാഷ്മിയും പിടിക്കും. അത് നടക്കുന്ന കേസല്ല ഇവിടെ. അത് നരേന്ദ്രമോദി മുതൽ ഹാഷ്മി വരെ ആരാണെങ്കിലും ആ ആളുകളോടെല്ലാം പുലികൾ പൊരുതുന്നത് പോലെ കേരള സമൂഹം പൊരുതും. അതിന് കാരണം നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരാഖ്യാനത്തിനും കീഴ്വഴങ്ങുന്ന ഒരാളല്ല പിണറായി വിജയൻ. ഇവിടെ BJP-ക്കാർ ഏതാണ്ട് കേരളത്തിലെ സർക്കാരിനോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും ഔദാര്യം കാണിക്കുന്നതുകൊണ്ടാണ് പിണറായി വിജയൻ ഇങ്ങനെ സ്വതന്ത്രമായി നടക്കുന്നത് എന്ന കോൺഗ്രസ്സുകാരുടെ ആഖ്യാനം ഉണ്ടല്ലോ. ആ ആഖ്യാനം വെച്ചുകൊണ്ട് നടക്കുന്നവർക്കുള്ള ചുട്ട മറുപടിയാണ് നിങ്ങൾ ചെയ്യാവുന്ന അങ്ങോട്ട് ചെയ്യുക. അത് കാശ്മീരോടും കൂടെ പറയുകയാണ്. അതുകൊണ്ട് ഇത്തരം ഉദാഹരണമായിട്ട് മേലെ വരരുത്. അല്ലെങ്കിൽ നമുക്ക് ഔത്ത തന്നെ ചർച്ച ചെയ്യാം, എനിക്കൊരു മടിയില്ല. അത് മേലെ വരരുത്. ഞാൻ കാശ്മീർ ഉദാഹരണം ഉദാഹരിച്ചു. എന്താ ഉദാഹരണം? ചോദ്യം ചോദിക്കലാണ് ദീപ്തി മേരി വർഗീസ്. മനസ്സിലെ പൂതിയാണ് എന്താണ് കേൾക്കുമ്പോൾ വിശ്വാസികൾക്ക് മുറിപ്പെടുമ്പോൾ അങ്ങ് മുറിപ്പെടല്ലേ? റോബർട്ട് വദ്രയെ ചോദിക്കും കാശ്മീർ. ബ്ലാസ്ഫമിയിൽ വിശ്വാസികൾക്ക് മുറിവേൽക്കുമ്പോൾ അങ്ങ് മുറിവേക്കല്ലേ? നേതാവ് മാത്രമല്ലേ പിണറായി ഉള്ളൂ? അങ്ങനെ മുറിപ്പെടല്ലേ സർ? ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലല്ലോ. എന്റെ പാർട്ടി, താങ്കൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണല്ലോ അല്ലേ? എന്റെ പാർട്ടി ഇന്ത്യ രാജ്യത്ത് ഈ ഇലക്ട്രൽ ബോണ്ട് അഴിമതി, ഞാൻ പറയുമ്പോൾ ഇടയ്ക്ക് കയറരുത്. എൻ്റെ പാർട്ടി ഇന്ത്യ രാജ്യത്ത് ഇലക്ട്രൽ ബോണ്ട് അഴിമതി നടത്തിയ കോൺഗ്രസിൻ്റെയും BJP-യുടെയും മറ്റു പാർട്ടികളുടെയും മുമ്പിൽ അതിൽപ്പെടാതെ തലയുയർത്തി നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഈ പാർട്ടിയെ ഈ രാജ്യത്ത് അഴിമതി വിമുക്തമായ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കാലെ തൊലിയില്ലാതെ പ്രവർത്തിക്കുന്ന ലക്ഷക്കണക്കിന് പാർട്ടി പ്രവർത്തകരുണ്ട്. അവരുടെ മഹനീയമായ ത്യാഗത്തിൻ്റെ മേലെ ഞങ്ങൾ ഈ പ്രവർത്തനം നടത്തി യുദ്ധം ജയിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ മെമ്പറും മുഖ്യമന്ത്രിയുമായ സഖാവ് ജയിലിൽ കിടക്കണം. എന്തിന്? ഏത് കേസിൽ? അങ്ങനെ കേസുണ്ടോ സാർ? എന്ന് ആര് പറഞ്ഞു? അപ്പൊ നിങ്ങളുടെ ഹൈപ്പോത്തറ്റിക്കൽ എന്ന് പറയുന്നത് പലരുടെ ആഗ്രഹമാണ്. ശ്യാൽകുമാർ, ഞാൻ ദീപ്തിയോട് ചോദിച്ച ചോദ്യത്തിന്റെ എസൻസ് എന്താണ്? എന്റെ വാദം പറയട്ടെ. അങ്ങയുടെ വികാരം വ്രണപ്പെട്ടതുകൊണ്ട് അങ്ങ് വല്ലാതെ വേദനിക്കുകയാണ്. അങ്ങയുടെ വികാരം വ്രണപ്പെട്ടതുകൊണ്ട് അങ്ങ് വല്ലാതെ വേദനിക്കുകയാണ്. ദീപ്തിയോടെ ചോദ്യം എന്താണ്? ദീപ്തിയോട് ചോദ്യം, ഈ പരമാവധി മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്താൽ രാഷ്ട്രീയ വേട്ടൻ CPM പറയുമ്പോൾ നിങ്ങൾ ഡൽഹിയിൽ രാഷ്ട്രീയ വേട്ട ആരോപിക്കുമ്പോൾ ഇവിടെ നിന്ന് ഇഡിയുടെ കൂടെ നിൽക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് കോൺഗ്രസ് ഇരട്ടത്താപ്യം ചോദിക്കുകയാണ്. അനിൽകുമാർ, എന്താണ് ആ ചോദ്യം ചോദിക്കാൻ പിണറായി വിജയനെ ഉദാഹരിക്കേണ്ട. ഞാൻ പറ്റിയ ഉദാഹരണം പറയാം. ദീപ്തിയോട് ചോദിക്കുമ്പോൾ പറ്റിയ ഉദാഹരണം കാശ്മീർക്ക് ഞാൻ പറഞ്ഞുതരാം. റോബർട്ട് വദ്രയെ കാശ്മീർക്ക് അറിയാമല്ലോ. രാഹുൽ ഗാന്ധിയുടെ അളിയൻ, പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ്, സോണിയാഗാന്ധിയുടെ മരുമകൻ. DLF അഴിമതി കേസ് 170 കോടി രൂപയാണ് അവിടെ കൊണ്ടു കൊടുത്തത്. ആ രൂപ കൊടുത്തില്ലായിരുന്നെങ്കിൽ കോൺഗ്രസുകാരുടെ ഈ 3 വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ പ്രധാനപ്പെട്ട ആ കുടുംബാംഗം ജയിലിൽ കിടക്കത്തില്ലായിരുന്നോ? എന്താ ഹാഷ്മിക്ക് ആ ചോദ്യം ഉണ്ടാകാതിരുന്നത്? റോബർട്ട് വദ്രയെ കുറിച്ച് ഞാൻ പറയുന്നത് ഹാഷ്മിക്ക് ആ ചോദ്യം ഉണ്ടാകാതിരുന്നത്. ഞാൻ പറയട്ടെ, എന്റെ സമയത്ത് ഇടപെടരുത്. ഈ ചർച്ച ശരിയല്ല. എന്റെ സമയത്ത് ഞാൻ എന്റെ അഭിപ്രായം പറയട്ടെ. ഞാൻ പറയുമ്പോ ഇടപെടരുത്, ദയവായി ഇടപെടരുത്. ഞാൻ ഒരു കാര്യം ചെയ്തേക്ക്. ശാന്തിയോഗ മാർട്ടിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചാരാ? പിന്നെ DLF നിങ്ങൾക്ക് ക്ഷീണമാക്കി. ഓക്കെ, ശാന്തിയോഗ മാർട്ടിന്റെ കയ്യിൽ നിന്ന് ആരാ കാശ് വാങ്ങിച്ചേ? ഞങ്ങൾ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് മുഴുവൻ ഈ രാജ്യത്തെ ആളുകൾ പകൽ പോലെ കണ്ടിട്ടും പിന്നെ നിങ്ങൾ കേരള മുഖ്യമന്ത്രിക്കെതിരെ പിന്നെ അതിൻ്റെ നിങ്ങൾ അവതരിപ്പിച്ച ചെന്നിത്തല കൊള്ളാമല്ലോ. കരിമണൽ കമ്പനിയുടെ കയ്യിൽ നിന്നും കള്ളപ്പണം എണ്ണി വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയ ആളാണ് രമേശ് ചെന്നിത്തല. ഹാഷ്മിയെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. അല്ലല്ല, നിങ്ങൾ കാണിച്ച ഞാൻ ഇടപെടും. മാസപ്പടിയിലേക്ക് മുഖ്യമന്ത്രി ഇതെല്ലാം കാണിക്കും. എന്നിട്ട് ചെന്നിത്തല എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് ഭയമില്ലെന്നേ. മാസപ്പടി എന്ന് പറഞ്ഞാൽ ഞാൻ പേടിച്ചു പോവോ? മാസപ്പടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പേടിച്ചു പോവോ? നിങ്ങളാരും പേടിപ്പിക്കണ്ട കേട്ടോ. ഒരു ചുക്കും ചെയ്യത്തില്ല. മാസപ്പടി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി വീട്ടിൽ പോയി കിടക്കുകയാണോ?
അങ്ങനൊന്നും ആരും പേടിപ്പിക്കണ്ട. ഒരു പേടിക്കാൻ എൻ്റെ ഇല്ലാത്തതുകൊണ്ടാണ് പറയുന്നത്. അത് വേറെ കഥ. ശരി ശരി. ഒരു ചർച്ചയ്ക്കും ധൈര്യക്കുറവില്ല. ഇവിടെ ചെന്നിത്തല കൊണ്ട് എന്നാ ഇന്ന് കേൾപ്പിച്ചത് ഹാഷ്മി? ചെന്നിത്തല കൊണ്ട് എന്നാ ഹാഷ്മി കേൾപ്പിച്ചത്? കേരളത്തിൽ ഇടി വരില്ല. അത് പറയാൻ പറ്റിയ ആളെ ഹാഷ്മി അവതരിപ്പിച്ചു. ചെന്നിത്തലയുടെ ഈ KPCC കൊടുത്ത കണക്കിനകത്ത് കർത്താവിന്റെ കയ്യിൽ നിന്ന് ചെന്നിത്തല വാങ്ങിച്ച കാശിന്റെ കണക്ക് ഹാഷ്മിക്ക് കാണിച്ചു തരാമോ? നിങ്ങളൊരു യോഗ്യനെ അവതരിപ്പിച്ചിരിക്കുന്നു. ഏത് കാര്യത്തിൽ? കേരളത്തിലെ ഇടി വരാത്തതിന് കാരണം അവതരിപ്പിക്കുന്ന പ്രതിപക്ഷത്തിന്റെ ഒരു വക്താവിനെ, മുൻ പ്രതിപക്ഷ നേതാവിനെ അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം ആരാണ്? കരിമണൽ കമ്പനിയിൽ നിന്ന് കള്ളപ്പണം വാങ്ങിച്ച ആളെയാണ് കൊണ്ടുവരുന്നത്. ED കേരളത്തിൽ വന്നാൽ ആരോട് ചോദിക്കണം? ED കേരളത്തിലേക്ക് വന്നാൽ ചെന്നിത്തലയോട് ചോദിക്കണം. ശരി ശരി. ആ ചെന്നിത്തലയോട് ചോദിക്കേണ്ട രാഷ്ട്രീയ സാഹചര്യത്തെ തലകീഴായി ഉണ്ടാക്കി അത് പിണറായി വിജയന്റെ മേലെ വെക്കാനുള്ള നിങ്ങളുടെ ന്യായം. ശരി, ആ ന്യായം നടക്കില്ല. ശരി ശരി. ഇനി ഇവിടെ പറഞ്ഞല്ലോ ചില കാര്യങ്ങൾ. ഞാൻ അടുത്ത അല്ലല്ല, നിങ്ങൾ സമയം തരുന്നില്ലെങ്കിൽ നമുക്ക് ചർച്ച മുന്നോട്ട് പോകാനാവില്ല. താങ്കൾ മതിയായ സമയം എടുത്ത് പറഞ്ഞു. അല്ലല്ല, അങ്ങനെ ആവശ്യമില്ല. ദയവായി കാശ്മീർ ഞാൻ പറയും. ഞാൻ അങ്ങനെ സമയം വേണ്ട. മതിയായ സമയം എടുത്താൽ നടക്കത്തില്ല. നിങ്ങൾ ഞങ്ങൾക്കെതിരെ എന്തും പറയും, എന്നിട്ട് ഞാൻ തിരിച്ചു പറയാൻ സമ്മതിക്കത്തില്ല. എന്റെ അല്ലല്ല, അത് ശരിയല്ല. ആ ചർച്ചയ്ക്ക് ഗുണമില്ല, അതിന്റെ കാര്യമില്ല. അങ്ങനെ ബുദ്ധിമുട്ടരുത്. ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞേ പോകത്തുള്ളൂ. ഇത്രയും നേരം നിങ്ങളോട് പറഞ്ഞതിന് മറുപടിയെ ഞാൻ പറഞ്ഞു. ഞാൻ പുതിയൊരു കാര്യം പറഞ്ഞു. താങ്കൾ ഇങ്ങനെ ഒഫൻസീവിലാവുന്ന എന്തിനാണ് മനസ്സിലാവുന്നുള്ളൂ? ഒന്നാമത്തെ കാര്യം, എന്തിനാണ് ഇങ്ങനെ പ്രകോപനം മനസ്സിലാവുന്നില്ല? എന്തിനാണ് എന്നെ ഇങ്ങനെ, എന്തിനാണ് എന്നെ നരേന്ദ്രമോദി മുതൽ ഹാഷ്മി വരെ എന്നൊക്കെ പറഞ്ഞ് ബാലിശമായ വാദം ഉന്നയിച്ചുകൊണ്ട് എന്നെ പ്രതികൂടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു ചോദ്യം ഞാൻ ചോദിച്ചു ശരിയാണ്. ആ ചോദ്യം കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് വെളിവാക്കുന്ന ചോദ്യമാണ്. അത് അനിൽകുമാറിന് മനസ്സിലായിട്ടുണ്ട് ആ യുക്തി. പോട്ടെ, താങ്കൾ പറഞ്ഞു പൂർത്തിയാക്കൂ. അനിൽകുമാർ, സമയങ്ങളല്ലേ, താങ്കൾ പറഞ്ഞു പൂർത്തിയാക്കൂ. ആ ഒരു യുക്തിയും വേണ്ട. ആ കാശ്മീരുടെ യുക്തി ഞങ്ങളുടെ പാർട്ടിയുടെ ചങ്കത്ത് വേണ്ട. ഹാഷ്മിയുടെ യുക്തി ഞങ്ങളുടെ പാർട്ടിയുടെ ചങ്കത്ത് വേണ്ട. ഇനി കെജ്രിവാൾ ജയിലിൽ കിടക്കുമ്പോൾ ഒറ്റ കൊടുത്തത് കോൺഗ്രസാ. ആ കോൺഗ്രസ്സുകാരിയോടാണ് അതിനെക്കുറിച്ച് ചോദിക്കുന്നത്. ഏത് ചോദിക്കുന്നത്? ഈ കോർപ്പറേറ്റ് ബോണ്ട് അഴിമതിയെല്ലാം നടത്തുകയും അതിനെല്ലാം കൂട്ടുനിൽക്കുകയും കെജ്രിവാളിനെ ജയിലിലിടാൻ വേണ്ടി BJPക്കാർക്ക് അവിടെ വെള്ളം കോരി കൊടുക്കുകയും ചെയ്ത കോൺഗ്രസ്സുകാരോടാണ് നിങ്ങൾ ചോദ്യം ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ കോൺഗ്രസിന് ഉത്തരവാദിത്തമില്ലേ? ഡൽഹിയിലെ കേജ്രിവാളിനെ ജയിലിലിടാൻ ചെയ്ത അതേ കൃത്യമല്ലേ CPM-നെതിരെ കേരളത്തിനകത്ത് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കള്ളങ്ങൾ, സ്വർണ്ണ കള്ളക്കടത്തിനെതിരെ ഇവർ കെട്ടിച്ചമച്ച കഥകൾ ഇവിടെ പോയി. നിങ്ങൾ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് ഈ അനിലക്കര അടക്കമുള്ള ആളുകൾ കൊണ്ടുവന്ന കെട്ടുകഥകൾ ഇവിടെ പോയി. കരുവന്നൂരുമായി ബന്ധപ്പെട്ട് ഇവരുണ്ടാക്കിയ കഥകളെല്ലാം ഇവിടെ പോയി. ഒന്നിലും വസ്തുതയില്ല, തെളിവുമില്ല, ആരോപണം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇടി വരുന്നില്ല എന്ന യാഥാർത്ഥ്യത്തെ പലതുമായി കൂട്ടിക്കെട്ടിയിട്ട് ഒരു സൗജന്യം CPM-ന് ധൈര്യമുണ്ട്. സംഭവിക്കില്ല എന്നുള്ള കാര്യം. ഓക്കെ, ഇല്ല, ഞാൻ അങ്ങനെ എത്താം. അങ്ങ് മാത്രമല്ല, ഞാൻ അങ്ങനെ എത്താം. ജോസഫ് സി മാത്യു, ഇവിടെ അനിൽകുമാർ പറഞ്ഞു വാദ്രയുടെ കാര്യം. അപ്പോൾ ദീപ്തി മേരി വർഗീസ് പറഞ്ഞു DLF വാദ്രയുടേതാണോ? DLF വാദ്രയുടേതല്ല, ശരിയാണ്. പക്ഷേ ഈ BJPക്കാരും അർണാബ് ഗോസ്വാമിയും ഒക്കെ മനഃപൂർവ്വം പ്രിയങ്ക ഗാന്ധി എന്ന് പറയില്ല, പ്രിയങ്ക വാദ്ര എന്നേ പറയുള്ളൂ. 2018 സെപ്റ്റംബറിൽ വാദ്രയ്ക്കെതിരെയും DLF ഗ്രൂപ്പിനെതിരെയും ഗുരുഗ്രാമിൽ കേസെടുത്തു ജോസഫ് സി മാത്യു. അതിനിടയിൽ CBI ഇടയ്ക്ക് ഉണ്ടായി അനുബന്ധ കേസുകളിൽ. 2023 ഏപ്രിലിൽ ഹരിയാന സർക്കാർ കോടതിയിൽ പറയുന്നു ഈ വയലേഷൻ എന്ന് പറഞ്ഞാൽ അന്ന് നമ്മൾ ആഞ്ഞു ചർച്ച ചെയ്ത ഒരു സീരീസാണ് കേട്ടോ അത്. ഈ പറയുന്ന വയലേഷൻ ഒരു എവിഡൻസും ഇല്ല. 2019 ഒക്ടോബറിനും നവംബർ 2022 ഇടയിൽ DLF-ന്റെ 3 ഫേമുകൾ BJPക്ക് കൊടുത്ത പണം 170 കോടി. ജോസഫ് സി മാത്യു, ഇതൊന്നും തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്നങ്ങ് വിശ്വസിക്കണോ രാജ്യം? ഹാഷ്മി, ഇത് നമ്മൾ വളരെ ഗുരുതരമായ ഒരു സ്ഥിതി രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു വളരെ വലിയ രാജ്യത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ച് വലിയ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പിനെ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഘട്ടവുമാണ്. നമ്മൾ സംസാരിക്കുന്ന പല വിഷയങ്ങളും അതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഈ BJPയുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന വിധത്തിലാണോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതെല്ലാം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്നത് പോലെ ഒരു വിഷയത്തിന് ഒരു ബൂളിയനായിട്ട് ഒരു ശരി ഒരു തെറ്റ് എന്നുള്ളത് മാത്രമല്ല ഈ വിഷയങ്ങളിലൊക്കെ ഉള്ളത്. പറയുന്നിടത്തൊക്കെ ചില ന്യായങ്ങൾ അവിടെ ഇവിടെയൊക്കെ കണ്ടേക്കാം. പക്ഷേ അതിലെ വലിയ വിഷയം ഏതാണ്, ഗുരുതരമായ വിഷയം ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് പ്രതികരിക്കേണ്ട ഒരു സമയത്താണ് നമ്മൾ മാത്രമല്ല കേരളത്തിൽ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും പ്രതികരിക്കേണ്ട ഒരു സമയത്താണ് നമ്മളൊരു പൊതു ചർച്ചയിൽ ഇടപെടുന്നത് എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കേണ്ടതും കൂടിയുണ്ട്.
നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ നമുക്ക് ഒറ്റയ്ക്ക് ഒരു ഇന്ത്യയുടെ ഭാവി എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളിടത്ത് ഓരോ പാർട്ടിക്കും, ഇപ്പോൾ CPM-നെ കുറിച്ചാണെങ്കിലും ഏത് പാർട്ടിയെക്കുറിച്ചാണെങ്കിലും അവർക്ക് ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാവുന്ന ഒരു ഘട്ടമുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ശരികൾ മാത്രം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാം. പക്ഷേ അങ്ങനെ അല്ലാത്തൊരു ഗതികേടിലേക്ക് കോൺഗ്രസ് വരെ എത്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. BJP ഒഴിച്ച് ബാക്കി എല്ലാ കക്ഷികളും അങ്ങനെ ഒരു സ്ഥിതിയിൽ എത്തിപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ആ സമയത്തെ ഏറ്റവും വലിയ വിഷയത്തിനെ അടിസ്ഥാനമാക്കി പ്രതികരിക്കേണ്ടി വരും. നേരത്തെ ശ്രീമതി ദീപ്തി ഇവിടെ ചോദിച്ചതുപോലെ 77-ൽ BJP-യുമായിട്ട് അലയൻസ് ഉണ്ടാക്കിയില്ലേ, UPA-യുടെ അഴിമതിക്കെതിരായിട്ട് അണ്ണാ ഹസാരയുടെ ഗ്രൂപ്പുമായി പ്രതികരിച്ചില്ലേ എന്നൊക്കെയുള്ള ചോദ്യം പ്രസക്തമാണ്. അതായത് അന്ന് ഉണ്ടായ അഴിമതിയുടെ വലിയ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അണ്ണാ ഹസാരെ മൂവ്മെൻറ്റിനോട് മാനസികമായിട്ട് ഞാനും പിന്തുണച്ച ഒരാളാണ്. പക്ഷെ തീർച്ചയായിട്ടും അതിൻ്റെ പിറകിൽ ഒരു BJP ഡിസൈൻ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഏതാണ്ടിപ്പോൾ വ്യക്തമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ BJPക്ക് ഇപ്പോൾ വേണ്ടത് എന്താണ്? കേജ്രിവാളിൻ്റെ വിഷയത്തിൽ ഇപ്പോൾ നമ്മൾ നേരിടുന്ന വിഷയത്തെക്കുറിച്ച് ഞാൻ പറയേണ്ടതില്ല, നമുക്കറിയാം. പക്ഷേ കേജ്രിവാളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ BJPക്ക് വേണ്ടത് ഈ വോട്ടുകൾ കോൺഗ്രസ്സിലേക്ക് പോകാത്ത രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന വലിയ വിഭാഗം ജനങ്ങൾ ലോക്സഭയിലേക്ക് BJPക്ക് വോട്ട് ചെയ്യുന്ന ജനങ്ങൾ തന്നെയാണെന്ന് നമുക്ക് ഇലക്ട്രൽ ഒരു പാറ്റേൺ ഈ സമീപകാലത്തെ പരിശോധിച്ച് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇത് ഇടയ്ക്ക് BRS-ഉം കേജ്രിവാളും നമ്മുടെ മുഖ്യമന്ത്രിയും ഒക്കെ ചേർന്ന് നടത്തിയൊരു മീറ്റിങ്ങൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും. അത്തരത്തിലൊരു വേറൊരു മുന്നണിയായിട്ട് കോൺഗ്രസ് ഇല്ലാതെ മാറിക്കൂടുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നെങ്കിൽ BJPക്ക് അരവിന്ദ് കേജ്രിവാളിനോടോ ആം ആദ്മി പാർട്ടിയോടോ ഇപ്പോഴുണ്ടാകുന്ന ഒരു പകയോ അതിൻ്റെ തുടർച്ചയായി ഇപ്പോഴുണ്ടായ ഈ ജയിൽവാസമോ ഉണ്ടാകില്ലായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. മറിച്ച് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകാൻ ശ്രമിക്കുകയും ഏതാണ്ട് 2 സംസ്ഥാനം ഭരിക്കുകയും മറ്റ് ചില സംസ്ഥാനങ്ങളിൽ ഒരു പ്രസൻസ് ഉണ്ടാക്കുകയും ചെയ്ത ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള പാർട്ടിയോടുള്ളതിനേക്കാൾ കൂടുതൽ അവരുടെ സാധാരണഗതിയിൽ അവർക്ക് വരേണ്ട വോട്ട് ബാങ്കിൽ ഒരു വിഭാഗത്തെ, ഒരു ചെറിയ ശതമാനത്തെങ്കിലും പിടിച്ച് മറുഭാഗത്ത് കൊടുക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഒരു പകയോടുകൂടി ഇതിനെ നോക്കിക്കാണുന്നു എന്നും കൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അശ്മി, എൻ്റെ ഒരു ചോദ്യം, നമ്മുടെ ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ നേരത്തെ ചോദിച്ച ഇലക്ട്രൽ ബോണ്ട് സംബന്ധിച്ച് വിവരങ്ങൾ പുറത്തു വരുന്നതിന് മുമ്പ്, സുപ്രീം കോടതി ഇടപെടുന്നതിന് മുൻപ് അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഇലക്ട്രൽ ബോണ്ടിന് മുമ്പ് ഈ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെയായിരുന്നു ഇലക്ഷൻ ഫണ്ട് സ്വരൂപിച്ചിരുന്നത്, എങ്ങനെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്? ഈ ചോദ്യം വളരെ പ്രസക്തമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ അത് ഞാൻ പറയാൻ കാര്യം, നേരത്തെ ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞ പോലെ ഇലക്ട്രൽ ബോണ്ട് തെറ്റായിപ്പോയി, അഴിമതിയാണ്, അതുകൊണ്ട് ഈ അഴിമതിയെ ന്യായീകരിക്കുക, അങ്ങനെ 2 തെറ്റിനെ വെച്ച് ന്യായീകരിക്കാനല്ല ശ്രമിക്കുന്നത്. പക്ഷേ ഇലക്ട്രൽ ബോണ്ട് എന്താണ്? അതായത് ഇപ്പോൾ ഈ പറയുന്ന ലിക്വർ സ്കാമിൽ തന്നെ ഉൾപ്പെട്ട സ്ഥാപനങ്ങൾ ആം ആദ്മി പാർട്ടിക്ക് ഇവരുടെ ആരോപണം അനുസരിച്ച് കേജ്രിവാൾ എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി എന്നല്ല, ആം ആദ്മി പാർട്ടിക്ക് ഗോവയിലെ ഇലക്ഷനും മറ്റും ഫണ്ട് ചെയ്യാവുന്ന തരത്തിൽ ഏതാണ്ട് 300 കോടിയോളം രൂപ കൊടുത്തു എന്നുള്ളതാണ് ആരോപിക്കപ്പെടുന്ന കുറ്റം. ഈ പറയുന്ന സ്ഥാപനങ്ങൾ ഇപ്പോൾ അരവിന്ദോ ഫാർമ വഴിയാണെങ്കിലോ വേറെ ഏതെങ്കിലും ഒരു ഇപ്പോൾ ഇലക്ട്രൽ സ്കാമിൽ കാണുന്ന പോലെ തട്ടിക്കൂട്ടിയ ചെറിയ കമ്പനി അവരുടെ മൊത്തം ലാഭവിഹിതത്തിൻ്റെ 10 മുതൽ 100% വരെ ഇലക്ട്രൽ ബോണ്ടായിട്ട് കൊടുത്തിരിക്കുന്ന ഷെൽ കമ്പനികളാണ് ഇതിൽ ഒരുപാട് കമ്പനികളെന്ന് നമുക്കറിയാം. എൻ്റെ ചോദ്യം, നേരത്തെ ഹാഷ്മി ചോദിച്ച പോലെ ഹൈപ്പോത്തറ്റിക്കലായ ചോദ്യം, ഈ ലിക്വർ സ്കാമിൽ ഉൾപ്പെട്ടിരുന്ന ഈ കമ്പനികൾ ഇലക്ട്രൽ ബോണ്ട് വഴിയാണ് ആം ആദ്മി പാർട്ടിക്ക് പണം കൊടുത്തിരുന്നതെങ്കിൽ BJPയുടെ പ്രശ്നം അവിടെ അവസാനിക്കുമായിരുന്നോ? അതിനൊരു മറുപടി അടുത്ത റൗണ്ടിലെങ്കിലും ശ്രീ ഗോപാലകൃഷ്ണൻ പറയണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. അദ്ദേഹത്തോട് മാത്രമായിട്ടല്ല, ഇത് BJPയോടുള്ള ചോദ്യമാണ്. യഥാർത്ഥത്തിൽ ഇലക്ട്രൽ ബോണ്ട് വഴി ഇവർ വാങ്ങിയ പണത്തെ എല്ലാം ഇവരെങ്ങനെയാണ് ന്യായീകരിക്കുക? നമുക്ക് സിമെൻറ്റ് കമ്പനി ഗുജറാത്തിൽ പ്രൊഡക്ഷൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് കാശ്മീരിൽ ടണൽ നിർമ്മിക്കുന്ന കമ്പനി, അതുപോലെ നിരവധി മേഘ എഞ്ചിനീയറിങ്ങോ അങ്ങനത്തെ കമ്പനി, ഇവരെല്ലാവരും കിട്ടുന്ന പ്രോജക്റ്റുകൾ 1751 കോടി കൊടുത്ത ബിസിനസ് ഗ്രൂപ്പുകൾ കിട്ടിയത് 3.7 ലക്ഷം കോടിയുടെ കരാറുകളാണ്. ഇതൊക്കെ ആരോപണമല്ലല്ലോ, നഗ്നമായ തെളിവ് രേഖകളെ രാജ്യത്തിന് മുന്നിൽ നിൽപ്പാണ്.
ആഷ്മി അതെ ആഷ്മി, ഞാൻ അതിൻ്റെ സ്പെസിഫിക്സിലേക്ക് പോകാത്തതിൻ്റെ കാര്യം അത് ചർച്ച വേറൊരു വഴിക്ക് അങ്ങ് പോകും എന്നുള്ളതുകൊണ്ടാണ്. നമ്മൾ ഇലക്ട്രൽ ബോണ്ടിൻ്റെ ആകത്തുക പരിശോധിച്ചാൽ ക്വിഡ് പ്രോ ക്യൂ എന്ന് പറയുന്നത് പോലെ ചെയ്ത കാര്യങ്ങൾക്ക് ഉപകാരസ്മരണയായി കിട്ടിയ അഴിമതി പണമാണിതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ ഈ രാജ്യത്തെ അത് പല പാർട്ടികളും വാങ്ങിയിട്ടുണ്ട്. CPM-ഉം CPI-യും ഒന്നും വാങ്ങിയിട്ടില്ല, പല പാർട്ടികൾ വാങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത് അങ്ങനെ വാങ്ങിയ പാർട്ടികളിൽ BJP-യുടെ കാര്യത്തിൽ ഒരു വ്യത്യാസം കൂടിയുണ്ട്. വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ BJP ഇത് ഡിസൈൻ ചെയ്തതാണ്. ഈ രാജ്യത്ത് നിലനിന്നിരുന്ന ഒരു സംവിധാനത്തെ അട്ടിമറിച്ചുകൊണ്ട് അഴിമതി വ്യവസ്ഥാപിതവൽക്കരിക്കാൻ വേണ്ടി ഒരു നിയമനിർമ്മാണം നടത്തി അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറിയായ പാർട്ടിയാണ് ഇന്ന് അഴിമതിക്കെതിരായിട്ട് ഏതാണ്ട് കുരിശ് യുദ്ധം നടത്തുകയാണെന്ന് പ്രഖ്യാപിക്കുന്നത്. ഇത് ഈ രാജ്യത്തിലെ സാധാരണക്കാരനെ നോക്കി കൊഞ്ഞനം കുത്തി കാണിക്കുക, അല്ലെങ്കിൽ പിന്നെ മാറ്റെന്താണ് ഇവർ ചെയ്യുന്നത്? ഇത് ഇവർക്കൊന്നും മനസ്സിലാകില്ല എന്നാണോ ഇവർ വിചാരിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ഈ പണം സ്വീകരിച്ചത്? സുപ്രീം കോടതി അതിൻ്റെ ഇൻ്ററിം ഓർഡറിൽ പറയുന്നു ഈ കമ്പനികൾക്ക് കിട്ടിയ ബെനിഫിറ്റ്സിന് പാരിതോഷികമായിട്ടാണ് ഇത് ചെയ്തതെന്നുള്ളത് വ്യക്തമാണ് എന്ന് പറയുന്നു. അപ്പം നേരത്തെ ജാമ്യം കൊടുക്കാത്ത കാര്യത്തെക്കുറിച്ച് ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞല്ലോ. അപ്പം ഞാൻ തിരിച്ചു ചോദിക്കുന്നത്, സുപ്രീം കോടതി ഇത്ര വ്യക്തമായി ഇത് ക്വിഡ് പ്രോ ക്യൂ എന്നുള്ള രീതിയിൽ ചെയ്ത കാര്യങ്ങൾക്ക് പാരിതോഷികമായി കിട്ടിയ പണമാണെന്ന് പറയുമ്പോൾ എന്താണ് കേജ്രിവാളിനെതിരെ കേസെടുത്തതുപോലെ ശ്രീ നരേന്ദ്രമോദിക്കെതിരെ കേസെടുക്കാതിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? അത് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ? എന്താണ് JP നഡ്ഡയ്ക്കെതിരെ കേസെടുക്കാതിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? അത് ഇലക്ട്രൽ ബോണ്ട് വഴി എന്നുള്ള പേരിലൂടെ ഇത് കിട്ടിയാൽ അത് നല്ല പണമെന്നും വൈറ്റ് മണിയാണ്, സുതാര്യമാണെന്ന് പറയും. സുതാര്യമാകരുത് എന്ന് പറഞ്ഞ്, അതായത് നേരത്തെയും ഇവിടെ കമ്പനികൾക്ക് പാർട്ടികൾക്ക് സംഭാവന കൊടുക്കാം, അതിനൊരു വ്യവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് നിങ്ങൾക്ക് അനോണിമിറ്റി തരാമെന്നും നിങ്ങൾ പുറത്തു പറയേണ്ടതില്ലെന്നും പറഞ്ഞ് ഈ ഒരു പുതിയ വ്യവസ്ഥ ഉണ്ടാക്കി. അങ്ങനെ അഴിമതിയെ വ്യവസ്ഥാപിതവൽക്കരിച്ച ഒരു പാർട്ടിയും ഒരു ഭരണകൂടവുമാണ് ഈ രാജ്യത്തിന്റെ മുന്നിൽ വീണ്ടും ഇലക്ഷന് വേണ്ടി വന്നിരിക്കുന്നത്. ജോസഫ് സി മാത്യു, അങ്ങനെ എത്ര ക്വിഡ് പ്രോ ക്യോയുടെ ഓരോരോ തെളിവുകളാണ് ഇപ്പോൾ ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ടിന്റെ നമ്പർ പുറത്തു വരുമ്പോൾ പുറത്തേക്ക് വരുന്നത്. എന്നിട്ട് പിന്നെയും അഴിമതി വിരുദ്ധയെ പറ്റി പറയുകയും ചെയ്യും. ഇപ്പോൾ വന്ന വാർത്തയാണ്, മുൻ കോൺഗ്രസ് MPയും വ്യവസായിയുമായ നവീൻ ജിൻഡാൽ BJP-യിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയാണ് BJP അംഗത്വം എടുത്ത്. 2014 വരെ ഹരിയാനയിലെ കുരുക്ഷേത്രയിൽ നിന്നുള്ള ലോക്സഭാംഗമായിരുന്നു. വെറുതെ നോക്കുകയായിരുന്നു. ഫോറക്സ് വയലേഷനിൽ 2022 JSG എന്ന് പറയുന്ന ജിൻഡാലിന്റെ കമ്പനിയിൽ ED റെയ്ഡാണ്. അന്ന് ജിൻഡാൽ പറഞ്ഞത് എന്താണ്, ഇത് പോലീസ് സ്റ്റേറ്റായി മാറി എന്നുള്ളതാണ്. നേരത്തെ കോൾസ് ക്യാമ്പിലൊക്കെ CBI കേസിലെ പ്രതിയാണ്. അപ്പോൾ ഇനിയിപ്പം എല്ലാം കോംപ്രമൈസ്. ജിൻഡാൽ ശുദ്ധൻ. ദീപ്തി, ചാൽകുമാർ അടക്കം മറുപടി പറഞ്ഞോളൂ. അതെ ഹാഷ്മി, ഞാൻ പറഞ്ഞോട്ടെ. 3 കാര്യങ്ങൾ ഇന്ന് രാജ്യത്ത് ഇന്ത്യയുടെ പാർലമെന്റിൽ പുതിയ പാർലമെന്റിൽ ചെങ്കോൾ സ്ഥാപിച്ചുകൊണ്ട്, രാജഭരണത്തിന്റെ മുദ്രയായ ചെങ്കോൾ സ്ഥാപിച്ചുകൊണ്ട് ഭരണവുമായി മുമ്പോട്ട് പോകുന്ന BJP 3 രീതികളാണ് ഇപ്പോൾ അവലംബിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്തതുപോലെ, ഒന്ന് EDയെ ഉപയോഗിച്ച് ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഏതാണ്ട് 41 കോർപ്പറേറ്റ് ഫേമുകൾ 2471 കോടി രൂപ EDയെയും CBIയെയും ഉപയോഗിച്ച് റെയ്ഡ് ചെയ്തുകൊണ്ട് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. ഇപ്പോൾ പറഞ്ഞ പോലെ നവീൻ ജിൻഡാലിന്റെ കാര്യം പറഞ്ഞതുപോലെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. രണ്ടാമത്തെ രീതി എന്താണ്? രണ്ടാമത്തെ രീതി ഇന്നിപ്പോൾ അരവിന്ദ് കെജ്രിവാൾ കുറച്ചു കാലം മുമ്പ് ഒരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. താങ്കൾക്ക് അത് ഓർമ്മയുണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതിനകത്ത് വളരെ കൃത്യമായിട്ട് അരവിന്ദ് കെജ്രിവാൾ പറയുന്നു, BJP എന്ന പാർട്ടിയിലേക്ക് ചേരുവാൻ തന്നെ ക്ഷണിക്കുന്നു. എൻ്റെ MLA-മാരെ, എൻ്റെ പാർട്ടിയിലെ MLA-മാരെ കോടികൾ കൊടുത്ത് പർച്ചേസ് ചെയ്യുവാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ ഒരു പത്രസമ്മേളനം നടത്തുകയുണ്ടായി. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം ഇവിടെ പറഞ്ഞതുപോലെ കമ്പനികൾക്ക് പ്രൊജക്റ്റ് കൊടുത്തുകൊണ്ട്, ടെൻഡർ കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് കൊടുത്തുകൊണ്ട് ക്വിഡ് പ്രോ ക്യൂ എന്ന് പറയുന്ന പ്രോസസ്സ് ഇവിടെ നടക്കുന്നു. അങ്ങനെ 3 രീതിയിലാണ് ഇവിടെ BJP ഈ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ അഴിമതി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി CPM പറഞ്ഞ ഒരു കാര്യത്തിനും കൂടി ഞാൻ മറുപടി പറഞ്ഞോട്ടെ. ഇവിടെ അനിൽകുമാർ പറഞ്ഞു, ഞങ്ങൾ ഇലക്ട്രൽ ബോണ്ടൊന്നും വാങ്ങത്തില്ല, ഞങ്ങൾ വളരെ ശുദ്ധമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ് എന്ന് പറഞ്ഞു. ഞാൻ അനിൽകുമാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആസ്തി എത്രയാണ്? കേരളം മാത്രം ഭരിക്കുന്ന CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസിനേക്കാൾ അധികം സാമ്പത്തിക ശേഷിയുള്ള
ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി എങ്ങനെയാണ് വളർന്നത്? ഇവിടെ രമേശ് ചെന്നിത്തലയുടെ കാര്യം അദ്ദേഹം കർത്തയുടെ കാര്യമൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് ശരിയാണ് അനിൽകുമാർ, ഞങ്ങൾ പിരിക്കുന്നുണ്ട്, കോൺഗ്രസ്സുകാർ പിരിക്കുന്നുണ്ട്, അങ്ങനെ തന്നെയാണ് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകുന്നതും പിരിവ് നടത്തിക്കൊണ്ട് തന്നെയാണ്. എന്നാൽ നിങ്ങൾ നടത്തുന്ന പോലുള്ള പിരിവ് ഞങ്ങൾ ആരും നടത്താറില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ നിങ്ങൾക്കുള്ള സാമ്പത്തിക സ്രോതസ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്കുള്ള നിങ്ങളുടെ അസറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇത്ര കോടിക്കണക്കിന് രൂപയുടെ അസറ്റ് നിങ്ങൾക്കുണ്ടായത്? നിങ്ങൾ വെളിവാക്കിയ അസറ്റുകൾ, കോടികളുടെ അസറ്റിനെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്, അല്ലാതെ വെളിവാക്കാത്ത അസറ്റുകളെ കുറിച്ചല്ല ചോദിക്കുന്നത്. കഴിഞ്ഞ ദിവസം എൻ്റെ ബൂത്തിൽ ഒരു പിരിവുണ്ടായിരുന്നു, CPM-ന്റെ ഒരു ബൂത്തിൽ 10,000 രൂപ വെച്ച് പിരിക്കണം എന്നുള്ളതാണ് അവർ കൊടുത്തിരിക്കുന്ന ഡയറക്ഷൻ. അപ്പോൾ 25,000 ബൂത്തുള്ള കേരളത്തിൽ എത്ര രൂപ പിരിച്ചിട്ടുണ്ടാവും ഒറ്റ പിരിവിൽ? അപ്പോൾ ഇതേപോലെ പിരിവുകൾ നടത്തി 25 കോടി രൂപ പിരിച്ചിരിക്കുന്നു ഒറ്റയടിക്ക്. അതുപോലെ തന്നെ ഞാൻ പറയട്ടെ, ഊരാളുകൾ പോലുള്ള സൊസൈറ്റികൾ, ഇവിടെ നമ്മളെ BJPയെ കുറിച്ച് പറയുന്നതിന് സമാനമായ ഒരു കാര്യമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഊരാളുകൾ എന്ന് പറയുന്ന സൊസൈറ്റിക്ക് ടെൻഡർ പോലും വിളിക്കാതെ എത്രയോ പ്രൊജക്ടുകൾ കൊടുത്തിരിക്കുന്നു. നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ വളരെ ശാസ്ത്രീയമായി പണം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, അഴിമതി എങ്ങനെയാണ് നടത്തേണ്ടത് എന്നുള്ളത് CPM-ഉം BJPയും അതിനകത്ത് ഒരുപോലെയാണ് മുമ്പോട്ട് പോകുന്നത്. എന്താണ് അനിൽകുമാർ കോൺഗ്രസിനോട് പറയുന്നത്? ഇവരുടെ കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ പറഞ്ഞല്ലോ, അത് താങ്കൾ അതൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ CPM മത്സരിക്കുന്നത്? BJP എന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തിക്കെതിരെയാണ് ഞങ്ങൾ മത്സരിക്കുന്നത് എന്ന് പറയുമ്പോഴും അവർ എങ്ങനെയാണ് കോൺഗ്രസിനെ മയ്യത്ത് വെട്ടിയിലാക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. കോൺഗ്രസ് എന്ന് പറയുന്ന ജനാധിപത്യ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കുവാൻ CPM ശ്രമിക്കുമ്പോൾ AK ബാലൻ പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ മയ്യത്ത് കാണും, അതിൽ ഞങ്ങൾ സന്തോഷിക്കും എന്ന് പറയുമ്പോൾ ആരാണ് ഇവിടെ ജയിക്കുന്നത്? ഇവിടെ ജയിക്കാൻ പോകുന്നത് രാജ്യത്ത് BJP എന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തിയാണ്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് CPM മത്സരിക്കുന്നത്? CPM-ന് അങ്ങനെ പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല. AK ബാലൻ പറഞ്ഞതുപോലെ ഈനാമ്പേച്ചിയും മരപ്പട്ടിയും ഒക്കെ ചിഹ്നമായി ഭാവിയിൽ കിട്ടരുത്. ഈനാമ്പേച്ചി എന്ന ചിഹ്നം കിട്ടാതിരിക്കാൻ വേണ്ടിയുള്ള മത്സരമാണ് കേരളത്തിൽ ഇന്ന് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. പള്ളു പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഒരു മിനിറ്റ്, എന്നോട് നമ്മുടെ വിഷയം അതിന്റെ മറുപടിയിലേക്ക് പോകേണ്ടി വരും. അങ്ങനെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. അല്ല, ഇവിടെ നിരവധി ഇവിടെ BJP ചെയ്യുന്നത് ഇതുപോലെ പാർട്ടി വിട്ടുപോകും. നമ്മൾ കഴിഞ്ഞ ദിവസം ശ്രീ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയിൽ പറഞ്ഞത് കേട്ടല്ലോ. മഹാരാഷ്ട്രയിലെ ഒരു നേതാവ് പാർട്ടി വിട്ടുപോകുമ്പോൾ എന്താണ് പറഞ്ഞത്? സോണിയാഗാന്ധിയുടെ അടുത്ത് എന്ന് പറഞ്ഞു, എനിക്ക് വേറെ രക്ഷയില്ല, എനിക്ക് ജയിലിൽ കിടക്കാൻ വയ്യ എന്ന് പറഞ്ഞ് അദ്ദേഹം കരയുകയാണ്. ഇതാണ് ഈ രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥ ഇന്ന് നടക്കുന്നത്. ഫാസിസം നടത്തുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോട് പണി ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദ്യം കൂടെ അവിടെ ഉണ്ട്. പൊട്ടജനങ്ങളിലേക്ക് എത്താം. അഴിമതി നടത്തിയാൽ ജയിലിൽ കിടക്കണം ഹാഷ്മി, അതല്ല പറഞ്ഞത്. അത്തരത്തിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ED ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. ശരി, ബി ഗോപാലകൃഷ്ണൻ ഇപ്പൊ സുവേന്ദു അധികാരിക്കെതിരെ കേസ് ആവിയായതുപോലെ, തപസ് റോയും മുകുൾ റോയും ഹിമന്ത് ബിശ്വ ശർമ്മയും ഒക്കെ വിശുദ്ധരായതുപോലെ, അജിത് പവാറും നാരായൺ റാണയും ഒക്കെ അങ്ങ് പരിശുദ്ധരായതുപോലെ പരിശുദ്ധരാക്കാൻ ഒരാൾ കൂടി വരുന്നുണ്ട്, നവീൻ ജിൻഡാൽ. ഇനി ഫോറക്സ് കേസ് ഇല്ല, ഇനി കോൾ സ്കാം ഇല്ല, ഇനിയിപ്പം നവീൻ ജിൻഡാൽ പരിശുദ്ധനല്ലേ? ബി ഗോപാലകൃഷ്ണൻ, ജോസഫ് സി മാത്യു നേരത്തെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ 100 കോടി ഇപ്പം നിങ്ങൾ പറയുന്ന ആം ആദ്മി പാർട്ടിക്ക് കൊടുത്ത 100 കോടി ഇലക്ട്രൽ ബോണ്ട് വഴിയാണ് പോകുന്നത്, ഇപ്പോൾ കുഴപ്പമില്ല അല്ലേ? ഞാൻ ആദ്യം ഒരു കാര്യം പറയാം, നിങ്ങൾ പറയാൻ അനുവദിക്കണം. ജോസഫ് സി മാത്യുവിനോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയുകയാണ്, ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ 10 വർഷം, അതുപോലെ 15 വർഷം മുഖ്യമന്ത്രിയായിട്ട് നരേന്ദ്രമോദി, അങ്ങനെ 25 വർഷം സ്വതന്ത്ര ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ അഴിമതി നടത്താത്ത പ്രധാനമന്ത്രിയാണ്, അഴിമതി നടത്താത്ത മുഖ്യമന്ത്രിയാണ്. ബഹുമാനപ്പെട്ട ജോസഫ് സി മാത്യു, അഴിമതി എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ഖജനാവിന് നഷ്ടമുണ്ടാക്കിക്കൊണ്ട് നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഗവൺമെൻറ് ഓർഡറുകൾ കരസ്ഥമാക്കി അതിലൂടെ കിക്ക് ബാക്ക് കൊടുക്കുമ്പോഴാണ് അഴിമതി എന്ന് പറയുന്നത്. ഞാൻ ജോസഫ് സി മാത്യുവിന് എല്ലാ ബഹുമാനം തന്നിട്ട് പറയുകയാണ്, താങ്കൾക്ക് എല്ലാ അവകാശവുമുണ്ട്. ഈ കേന്ദ്ര ഗവൺമെൻറ് ഏതെങ്കിലും തരത്തിൽ ഖജനാവിന് നഷ്ടമുണ്ടാക്കിക്കൊണ്ട് ഏതെങ്കിലും കിക്ക് ബാക്സ് മേടിച്ചു, ഇലക്ട്രൽ ബോണ്ട് മേടിച്ചു, ഖജനാവിന് നഷ്ടമുണ്ടാക്കിക്കൊണ്ടുള്ള സൗകര്യം ആർക്കെങ്കിലും ചെയ്തു കൊടുത്ത് ഖജനാവിന് നഷ്ടമുണ്ടാക്കിയതായിട്ട് കാണിക്കുന്ന ഏതെങ്കിലും ഒരു രേഖയുണ്ടെങ്കിൽ ജോസഫ് സി മാത്യു താങ്കൾ മുന്നിൽ വയ്ക്കുക, താങ്കൾ എന്നിട്ട് സംസാരിക്കുക. അവിടെയാണ് അന്തസ് എന്ന് പറയുന്ന കാര്യം. അല്ലാതെ ഇലക്ട്രൽ ബോണ്ട് മേടിച്ചത് അഴിമതിയാണ്, ഇതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം റഫേൽ വിമാനം മേടിച്ചത് അഴിമതിയാണെന്ന് പ്രഖ്യാപിച്ചവരാണ് കോൺഗ്രസ്സുകാർ. അഴിമതി കൂടാരത്തിലെ കിടക്കുന്ന സർക്കസ് കമ്പനിക്കാരാണ് ഈ കോൺഗ്രസ്സുകാർ. അവരുടെ ഭാഷയിൽ ജോസഫ് സി മാത്യുവിനെ പോലുള്ള ഒരാൾ പറയരുത്. നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുകയാണ്.
ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം നരേന്ദ്രമോദി സർക്കാർ ഖജനാവിന് നഷ്ടം വന്ന് ഏതെങ്കിലും ആളുകൾക്ക് സൗകര്യം ചെയ്തു കൊടുത്ത എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ, എന്നിട്ട് അതിൽ നിന്ന് ഇലക്ട്രൽ ബോണ്ട് ഇലക്ട്രൽ ബോണ്ട് ആയിക്കോട്ടെ മേടിച്ച സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ വെളിയിൽ കൊണ്ടുപോവാ, അപ്പോൾ നമുക്ക് സംസാരിക്കാം. അതല്ലാതെ കാഷ്വലായിട്ട് പറയരുത്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ കെജ്രിവാളിൻ്റെ കാര്യം പറയുമ്പോൾ ആകെ ഇലക്ട്രൽ ബോണ്ട് കൊണ്ട് വരരുത്. എന്താണ് കെജ്രിവാൾ ചെയ്ത അഴിമതി? എന്താ നിങ്ങൾ അത് പറയാത്തത്? കെജ്രിവാൾ ചെയ്ത അഴിമതിയെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് ഇംഗ്ലീഷ് മാധ്യമങ്ങൾ വെളിയിൽ കൊണ്ടിരുന്നു. മലയാളത്തിലെ ഒരു മാധ്യമവും കെജ്രിവാൾ ചെയ്ത അഴിമതിയെക്കുറിച്ച് പറയില്ല. കെജ്രിവാൾ ജോർജ് സോറസിൻ്റെ കയ്യിൽ നിന്ന് $4 ലക്ഷം കൊണ്ടുവന്ന കാര്യം ഇന്നത്തെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് മാധ്യമങ്ങൾ കൊണ്ടുവന്നു. ഞാനതിന് നിങ്ങളോട് ചോദിച്ചില്ല. ഞാൻ ചോദിച്ചത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനം ഡൽഹി കോടതി എന്താണ് ജഡ്ജ് പറഞ്ഞത്? നിങ്ങൾ സുപ്രീം കോടതിയിലെ ഏതെങ്കിലും ഒരു വരി ഏതെങ്കിലും ജഡ്ജ് പറഞ്ഞാൽ ഈ പറഞ്ഞ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വെണ്ടയ്ക്കാൻ നിർത്തിയതല്ലേ? എന്തുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം, വൈ ഹാവ് യു നോട്ട് അറസ്റ്റഡ് ടിൽ ദിസ് മാൻ ടിൽ നൗ എന്നൊരു ചോദ്യമുണ്ട്. വൈ ഹാവ് യു നോട്ട് അറസ്റ്റഡ് ദിസ് മാൻ ടിൽ നൗ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി ഇയാൾക്ക് പരിരക്ഷ കൊടുക്കാതെ വിട്ടത്. ഈ ഒരു ചോദ്യം കോടതിയിൽ ഉന്നയിച്ചു. കേരളത്തിലെ മാധ്യമങ്ങൾ കണ്ടില്ല, ഈ ദേശീയ മാധ്യമങ്ങൾ ഇത് വെളിയിൽ കൊണ്ടുവന്നു. അങ്ങനെ കോടതി ചോദിക്കണം, നിങ്ങൾ എന്തുകൊണ്ട് ഇതുവരെ അറസ്റ്റ് ചെയ്തില്ല എന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് അന്ന് അറസ്റ്റ് ചെയ്തത്. ഇനി അറസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താ? ഞാൻ ഇവിടുത്തെ മാധ്യമങ്ങളൊന്നും ഇത് പറയുന്നതായിട്ട് കാണുന്നില്ല. 750, ഒരു മിനിറ്റിൽ ഞാൻ അവസാനിപ്പിക്കാം, തടസ്സപ്പെടുത്തരുത്. 750 ml ഹോൾസെയിൽ പ്രൈസ് ആയിട്ടുള്ള മദ്യം 166 രൂപ 73 പൈസക്കാണ് കൊടുത്തത്. നാട്ടിലെ ജനങ്ങൾ കേൾക്കട്ടെ ഹാഷ്മി, നാട്ടിലെ ജനങ്ങൾക്കൊന്നും ഇത് മനസ്സിലായിട്ടില്ല. ഞങ്ങളെന്തോ കള്ളത്തരം ചെയ്തു, ഞങ്ങളെന്തോ കെജ്രിവാൾ വലിയ ആളായി. നരേന്ദ്രമോദിയുടെ മുമ്പിൽ കെജ്രിവാൾ ഒരു ശിശുവാണ്. ഞങ്ങൾക്ക് അയാളെ അറസ്റ്റ് ചെയ്തില്ല ഒരു ചുക്കും വരാൻ. രാജ്യത്തിന്റെ പേരില. പിന്നെ എന്തിനാണ് തെരഞ്ഞെടുപ്പിന്റെ തലേന്നാൾ അദ്ദേഹത്തെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് അകത്തിട്ട് അയാളെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിന് ഇറങ്ങാൻ ആവാത്തവണ്ണം കെട്ടിപ്പൂട്ടി അയാളെ CBI കേസെടുത്ത് നിയമസഭാ കാലത്തേക്ക് അകത്തിടാൻ മാത്രം വിറയ്ക്കുന്നത് എന്തിനാണ്? ശിശുവാണെങ്കിൽ ഞങ്ങൾക്കൊരല്പം പേടിയുണ്ട്. അത് ഞാനിപ്പോൾ പറയാം, എന്നെ ഒന്ന് അനുവദിച്ചാൽ മതി. നിങ്ങൾ പേടിക്കാതെ അവിടെ ഇരിക്കുക. ഞാനൊരല്പം പേടിയുണ്ട്. ഞാനിതൊന്ന് തീർത്തോട്ടെ. 166 രൂപ 73 പൈസയായിരുന്നു 750 ml മദ്യത്തിന്. അതിൻ്റെ എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയുന്നത് 223 രൂപ 88 പൈസയായിരുന്നു. അതിൻ്റെ വാറ്റ് എന്ന് പറയുന്നത് 106 രൂപയായിരുന്നു. അങ്ങനെ റീറ്റെയിൽ കമ്മീഷൻ 33 രൂപ 39 പൈസയായിരുന്നു. അങ്ങനെ MRP ഒരു കള്ളുകുടിയന് മദ്യം മേടിക്കാൻ കടയിൽ പോയ 530 രൂപ ആയിരുന്നു ഒരു കുപ്പി 750 ml. ഇയാൾ വന്നതിന് ഇതായിരുന്നു അന്ന് കോൺഗ്രസ് സർക്കാർ, ഷീലാ ദീക്ഷിതിൻ്റെ സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്നത്. ഈ മനുഷ്യൻ വന്നിട്ട് പോളിസി മാറ്റി. ഇയാൾ വന്നത് എന്തിനാ? അണ്ണാ ഹസേരയുടെ കാര്യം പറഞ്ഞിട്ടാ. മദ്യനിരോധനം നടപ്പാക്കുമെന്ന് പറഞ്ഞാൽ വന്നത്. അതുകൊണ്ടാണ് അണ്ണാ ഹസേര പറഞ്ഞത് ഇത് സ്വയം കൃത അനർത്ഥമാണ് എന്ന് അണ്ണാ ഹസേര വന്നത്. ഇയാൾ വന്നിട്ട് എന്താ ന്യൂ ലിക്വർ പോളിസി? നാട്ടിലെ ജനങ്ങൾ കേൾക്കട്ടെ. എന്താ ചെയ്ത്? 750 ml പ്രൈസിന് 188 രൂപ 41 പൈസയാക്കി. എന്ന് പറഞ്ഞാൽ 166 രൂപ എന്നുള്ളത് 20 രൂപ കൂട്ടി. എന്നിട്ട് എക്സൈസ് ഡ്യൂട്ടി 223 രൂപ 88 പൈസ ഉണ്ടായിരുന്ന എക്സൈസ് ഡ്യൂട്ടി 1 രൂപ 88 പൈസയാക്കി. നിങ്ങൾ മനസ്സിലാക്കണോ? ഇത് ഇതുവരെയൊക്കെ മലയാളത്തിലെ ഒരു മാധ്യമവും വെളിയിൽ കൊണ്ടുവന്നിട്ടില്ലല്ലോ. ഇത് ദേശീയ മാധ്യമം വെളിയിൽ കൊണ്ടുവന്നു. ഞാൻ ദേശീയ മാധ്യമത്തിന്റെ റിപ്പോർട്ടാണ് പറയുന്നത്. 223 രൂപ 88 പൈസ സർക്കാരിന്റെ നയവുമായി ബന്ധപ്പെട്ടും നയമാറ്റവുമായി ബന്ധപ്പെട്ടും അഴിമതിയെ പറ്റുവാണ് അല്ലേ? ഞാൻ ഒന്നും എന്താണ് കാര്യം? അന്വേഷിക്കേണ്ടത് CBI ആണ്. CBI അന്വേഷിച്ചാൽ ജാമ്യം കിട്ടി സുഖമായി പുറത്തിറങ്ങും. ED വരുന്നത് എന്തിനാണ്? ED വരുന്നത് ലോക്സഭാ കാലത്ത് നിയമസഭാ കാലത്ത് പുറം ലോകമാണത്. കെജ്രിവാൾ അകത്ത് കിടക്കണം. ഞാൻ പറയാം. ബി ഗോപാലകൃഷ്ണൻ ആരെ പറ്റിക്കുകയാണ്? എന്നെ ഒന്ന് അല്ല, ഒരു മിനിറ്റ്. 1 രൂപ 80, അത് ശരിയെന്ന് ഞാനത് പറയാൻ സാർ, 1 മിനിറ്റ്. 1 രൂപ 88 പൈസ 223 രൂപ 88 പൈസ ഖജനാവിലേക്ക് വന്നിരുന്നത് 1 രൂപ 88 പൈസ മതി എന്ന് പറഞ്ഞു. ആര്? കെജ്രിവാൾ. സർക്കാരിന് നഷ്ടം. വാറ്റ് 1.90, 1 രൂപ 90 പൈസ. റീറ്റെയിൽ മാർജിൻ, അതാണ് ഏറ്റവും രസകരമായ കാര്യം. അവിടെയാണ് PMLA വരുന്നത്. റീറ്റെയിൽ മാർജിൻ, ആദ്യം റീറ്റെയിൽ മാർജിൻ എന്താ? കടയിൽ പോയി മേടിച്ച കടക്കാരന് 33 രൂപയാണ് കിട്ടിയിരുന്നത്. റീറ്റെയിൽ മാർജിൻ എത്രയാക്കി? 363 രൂപ 47 പൈസ. എൻ്റെ റീറ്റെയിൽ മാർജിൻ ഒരു കടക്കാരന് 363 രൂപ. എത്രയിൽ? ഈ 560 രൂപ മദ്യത്തിൽ 363 രൂപ 27 പൈസ
റീറ്റെയിൽ കൊടുത്തു. എന്നിട്ട് ആ റീറ്റെയിൽ കൊടുത്തപ്പോൾ അതിന്റെ MRP 560 ഈ റീറ്റെയിൽ ഷോപ്പ് കെജ്രിവാള് അല്ല, റീറ്റെയിൽ എവിടെയാണ് PMLA വരേണ്ടത്? സർ, റീറ്റെയിൽ എവിടെയാണ് PMLA വരേണ്ടത്? ഞാനത് വരാം. അങ്ങനെ പറഞ്ഞോളൂ, സമയമില്ല. മാത്രം നമ്മൾ തങ്ങളി പറഞ്ഞ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതുമാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് അധികം സംബന്ധിക്കാൻ നമുക്ക് സമയമില്ല, അതുകൊണ്ടാണ്. ഇല്ലല്ല, ഞാൻ ഒരു സർക്കാർ ഒരു മിനിറ്റിൽ ഞാൻ നിർത്താം. ഒറ്റ മിനിറ്റിൽ നിർത്താം. നിങ്ങൾ ചോദിച്ചല്ലോ എന്താണ് ഭയം എന്ന് ചോദിച്ചില്ലേ? ഞങ്ങൾക്ക് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളും എന്താ പറയാ, ഇപ്പൊ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതോടെ ഇന്ത്യ സഖ്യം ഒന്നായി. ഇന്ത്യ സഖ്യം അതെന്ത് കിണ്ടി സഖ്യമാണെന്ന് ദീപ്തി മൈരിക്ക് അറിയുള്ളൂ. ആ ഇന്ത്യ സഖ്യം ഒന്നായി. അങ്ങനെ ഒന്നാവാം ഞങ്ങൾ ശ്രമിക്കോ? ഇല്ല, ഞങ്ങൾക്ക് രാജ്യമാണ് വലുത്. ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്താലും ഞങ്ങൾക്ക് ഒരു ചുക്കില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് നിങ്ങളവിടെ മിണ്ടാണ്ടിരിക്കും. അതുകൊണ്ട് പക്ഷെ ഒന്നാമത്തെ കാര്യം എന്താ അറിയോ, നിങ്ങൾ പരമാവധി ആരോപിക്കുന്ന അഴിമതി പണം 100 കോടിയാണ്. നിങ്ങൾ ആരോപിക്കുന്ന അഴിമതി പണം 100 കോടിയാണ്. അതിന്റെ പ്രൊസീഡിങ്സ് ഓഫ് ക്രൈം ഇല്ല, അതിന്റെ പണം കണ്ടെത്തിയിട്ടില്ല, 5 പൈസ രേഖ എവിടെ ഒന്നുമില്ല. പക്ഷെ ഈ പറയുന്ന റെഡ്ഡി നിങ്ങൾക്ക് തന്നത് 50 കോടിയാണ്. 100 കോടി നിങ്ങൾ ആരോപിക്കുമ്പോൾ റെഡ്ഡി 50 കോടിയാണ് നിങ്ങൾക്ക് കൈപ്പണമായി തന്നത്. ആരോടാണ് ഈ അഴിമതി വിരുദ്ധ പറയുന്നത്? നിങ്ങൾ 100 കോടിയുടെ അഴിമതി അസ്യൂം ചെയ്ത് നിങ്ങൾക്ക് 50 കോടി നല്ല കനവുള്ള കോടി രൂപത്തിൽ BJP തന്നിരിക്കുകയാണ് റെഡ്ഡി. ശരി, ഇടവേള. ശ്രീകുമാർ, ഇപ്പോൾ ED അന്വേഷണ ഏജൻസികൾ റെയ്ഡുകൾക്ക് ശേഷം മാത്രം 1690 ചില്ലുവാനം കോടി ഇലക്ഷൻ ബോണ്ട് ഖജനാവ് നഷ്ടം ഉണ്ടായില്ല. എന്താണ് 4 ലക്ഷം കോടിയോടെ ഇവിടെ കരാറ് കിട്ടിയ കമ്പനികൾ കൊടുത്തു 1751 കോടി ഖജനാവ് നഷ്ടം ഉണ്ടായില്ല. റോബർട്ട് വാദ്ര അല്ലെങ്കിൽ DLF 170 കോടി ഖജനാവ് നഷ്ടം ഉണ്ടായില്ല. അതുകൊണ്ട് അഴിമതിയല്ല. ശ്രീകുമാർ, ആദ്യം ഞാൻ കോൺഗ്രസ് പകുതി പറഞ്ഞൊരു വാക്ക് പറയട്ടെ. കോൺഗ്രസിന്റെ മയ്യത്ത് കാണണമെന്ന് CPM-ന്റെ ആരാ പറഞ്ഞത്? അപ്പോൾ മൃദുഹിന്ദുത്വം എന്ന് പറയുന്ന RSS-ന് കീഴ്പ്പെട്ടു പോകുന്ന രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് പെട്ടുപോകുന്നതിന്റെ പ്രധാനപ്പെട്ട തെളിവാണ് ആ വാചകം. CPM-ന്റെ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. അല്ലല്ല, CPM-ന്റെ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒരു AK ബാലനും CPM-ന്റെ ആളും അങ്ങനെ പറഞ്ഞിട്ടില്ല. പറയാത്തൊരു കാര്യം ആരെങ്കിലും വ്യാജമായി എഴുതി ചേർത്താൽ അത് നിങ്ങളൊരു ആഖ്യാനം ഉണ്ടാക്കുന്നത് RSS കേരളത്തിൽ ഉണ്ടാക്കുന്ന ഒരു ആഖ്യാനത്തിൻ്റെ ഭാഗമാണ്. അത് ഞങ്ങൾ ശക്തമായി നിരാകരിക്കുന്നു. അത്തരമൊരു വാദം ഞങ്ങൾക്കില്ല. മാത്രമല്ല, അങ്ങനെയാണെങ്കിൽ ത്രിപുരയിലെ പശ്ചിമ ബംഗാളിലൊക്കെ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി ഞങ്ങൾ നിലപാടെടുക്കില്ലല്ലോ. ഞാൻ പറയട്ടെ, ഇടപെടണ്ട നിങ്ങളാരും ഇടപെടണ്ട. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. കോവിഡ് വാക്സിൻ RSS പറഞ്ഞത്. സാമാന്യ മര്യാദ കാണിക്കണം. മര്യാദയോട് പറയരുത്. RSS പറഞ്ഞു കോവിഡ് ഇലക്ട്രൽ ബോണ്ടിനെ താങ്കൾ കിണ്ടി സഖ്യം പറഞ്ഞ ആരെങ്കിലും പറയട്ടെ, മിണ്ടാൻ അറിയാത്തോണ്ടല്ലോ ആരും ചർച്ചയിൽ മിണ്ടാതിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ. അൽക്കുമാർ പറയൂ. അത് രാഷ്ട്രീയമാണ് ഞാൻ സംസാരിച്ച ഇന്ത്യ കിണ്ടി മോശമാക്കി താങ്കൾ പറഞ്ഞില്ലേ? ശ്രീകുമാർ, അവര് ഇന്ത്യ എന്നാണ് സാർ പറഞ്ഞത്. നിങ്ങൾക്ക് ഇന്ത്യ പറയാൻ മടിയുള്ളവരാണ് കിണ്ടി എന്ന വാക്കോ അങ്ങയുടെ വായിൽ നിന്ന് വന്നത്. പോട്ടെ അൽകുമാർ. RSS ആണ് ഈ കച്ചവടത്തിലുള്ള എന്നോട് പറഞ്ഞത് ചോദിക്കവരെ. ശരി അവരോട് ചോദിക്കേ. അൽകുമാർ RSS ആണ് ഈ പരിപാടിയെല്ലാം നടത്തുന്നതിന്റെ തെളിവ് എന്താണ്? RSS-ന്റെ സമ്മേളനം നടത്തി പറഞ്ഞത് ഇലക്ട്രൽ ബോണ്ട് പദ്ധതി ഇതിനേക്കാൾ മെച്ചപ്പെട്ടൊരു പദ്ധതി ഞങ്ങൾ കൊണ്ടുവന്നത് ആരാണ്? ഈ കച്ചവടക്കാരാണ്. ആ തോന്നിവാസാണ് നിങ്ങൾ ചെയ്യുന്ന തോന്നിവാസിന് മറുപടി പറയേണ്ട ഈ നാട്ടിൽ. RSS പറഞ്ഞില്ലേ? അവിടെയാണ് പറയുന്നത്. തെളിവുണ്ടോ? ഞാൻ തെളിവ് തരാം. കോവിഡ് വാക്സിന്റെ വില തീരുമാനിച്ച ആരാണ്? എന്ത് പറഞ്ഞു RSS? കോവിഡ് വാക്സിന്റെ വിലയ്ക്ക് മത്സരം
അല്ലല്ല RSS കോവിഡ് വാക്സിൻ 150 രൂപ 300 രൂപ മത്സരം ചിലപ്പോൾ പറഞ്ഞ് പൂർത്തിയാക്കട്ടെ ബി ഗോപാലകൃഷ്ണൻ. അങ്ങനെ ഇടപെട്ടിരിക്കുന്ന പിന്നെ ആർക്കാണ് സമയം കിട്ടുക? ബി ഗോപാലകൃഷ്ണൻ അങ്ങനെ ഇടപെട്ടിരുന്ന ആർക്കാണ് സമയം കിട്ടുക? അയാൾക്ക് പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. മര്യാദയില്ല, ഇത് മര്യാദയില്ല. അയാൾ പറഞ്ഞില്ലേ RSS പറഞ്ഞു. ചിലപ്പോൾ പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. അയാൾ പറയട്ടെ RSS എന്താ പറഞ്ഞത്? RSS പറഞ്ഞില്ലേ എന്ന് ചോദിച്ചില്ലേ? അതാണ് പറയുന്നത് അൽകുമാർ. അയാൾ ചർച്ചയ്ക്ക് RSS ചർച്ചയ്ക്ക് പറഞ്ഞു പറഞ്ഞില്ലേ? എന്താണ് RSS പറഞ്ഞത് കേക്കട്ടെ? അത് അൽകുമാർ പറയണത്. കേക്കട്ടെ. അൽകുമാർ പറയണത്. പറയേ RSS പറഞ്ഞ എന്താ വെച്ചാൽ പറയാൻ പറയാണെന്ന്. മര്യാദ കേട് വന്നിരുന്നു പറയും. നമ്മളൊരു ചർച്ചയിൽ പരസ്പരം പാലിക്കേണ്ട ഒരു അന്തസ്സുണ്ട്. ചർച്ചയിൽ പരസ്പരം പാലിക്കേണ്ട ഒരു അന്തസ്സുണ്ട്, അത് പാലിക്കണം. RSSന്റെ കാര്യവാഹ് അത് സർസംഘചാലകന് തൊട്ടു താഴെയുള്ള ആളുണ്ടല്ലോ, അദ്ദേഹം ദത്താത്രേയ ഹോസ്പിള്ള. ദത്താത്രേയ എന്താ പറഞ്ഞത്? ഇലക്ട്രൽ ബോണ്ട് പദ്ധതി ഇതിനേക്കാൾ മെച്ചപ്പെട്ട വേറൊരു പദ്ധതിയുമായി വരും. പേര് പോലും അറിയില്ല. പറഞ്ഞില്ലേ നിഷേധിക്കട്ടെ? എത്രയോ മാധ്യമങ്ങൾ വാർത്ത വന്നു. എനിക്ക് പേര് അദ്ദേഹത്തിന്റെ പേര് എനിക്ക് അറിയേണ്ട ഒരു കാര്യമില്ല. കൂട്ടരുടെ പേര് നിഷേധിക്കേണ്ട. ഓസാബിള പറഞ്ഞാണ്. അത് നിഷേധിക്കേണ്ട ബി ഗോപാലകൃഷ്ണൻ. ഞാൻ തെളിവ് തരാം. അതുകൊണ്ട് അത് നിഷേധിക്കേണ്ട. ഞാൻ തെളിവ് തരാം. പറഞ്ഞാണ്. അതുപോലെ തന്നെ ഞാൻ ചോദിക്കുന്ന തെളിവ്, നിങ്ങൾ തെളിവ് ചോദിച്ചല്ലോ. ഞാൻ ഇങ്ങനെ ചർച്ച പങ്കെടുക്കുന്നവരെ ദത്താത്രേയ ഓസാബിള പറഞ്ഞ കാര്യമാണ് അൽകുമാർ പറഞ്ഞത്. അന്തസ്സില്ലാത്തവരെ വിളിക്കരുത് കേട്ടോ കാശ്മീർ. അല്ല, അവരോടൊപ്പം വിളിക്കരുത്. രണ്ടാമത്തെ കാര്യം ഞാൻ പറയാം. കോവിഡ് വാക്സിന്റെ വില തീരുമാനിച്ചാരാ? പറഞ്ഞോളൂ. ഇവിടുത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഒഴിവാക്കിയിട്ട് നിങ്ങളൊരു കോവിഡ് വാക്സിന് സ്വകാര്യ കമ്പനി ഏൽപ്പിച്ചില്ലേ? അവരുടെ 50 കോടി രൂപ വാങ്ങിച്ചില്ലേ ഇലക്ട്രൽ ബോണ്ട്? കോവിഡ് വാക്സിൻ ഉണ്ടാക്കിയ കമ്പനിയോട് 50 കോടി വാങ്ങിച്ചോ നിങ്ങൾ? കൃത്യമായിട്ട് തെളിവാ ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഞാനൊരു കണക്ക് പറയാം. മേടിച്ചിട്ടുണ്ടാവും, എന്താ കുഴപ്പം? ഒരു റെയിൽവേ കോച്ച് നിർമ്മിക്കുന്ന ഒരു കമ്പനി മേഘ എഞ്ചിനീയറിംഗ് 70 കോടിക്ക് കോച്ച് ഉണ്ടാക്കും. അവര് 70 കോടി രൂപയ്ക്ക് പെരമ്പൂരിൽ കോച്ച് ഉണ്ടാക്കും. ഇന്ത്യയുടെ റെയിൽവേ കോച്ച് ഫാക്ടറി. ആ കമ്പനിക്ക് അത് തുറന്നു കൊടുത്തിരിക്കുകയാണ്. എത്ര കോടിക്കാ? 120 കോടി രൂപ ഒരു കോച്ചിന്. തെളിവ് ഞാൻ കൊണ്ടുതരാം. ടെൻഡർ ഉണ്ടോ? മേഘ എഞ്ചിനീയറിംഗിന് കൊടുത്തതിന് ടെൻഡർ ഉണ്ടോ? ഇവിടെ ചോദിച്ചല്ലോ. തെളിവ് വേണം. ഞാൻ തെളിവ് കൊണ്ടുതരാം. ടെൻഡർ ഉണ്ടോ? കോടതിയില് തെളിവ് കൊണ്ടുപോകാം. നിങ്ങൾ കൊണ്ടുപോകാം തെളിവ്. ഏത് ടെൻഡറിലാണ് അവർക്ക് 70 കോടി 120 കോടിയാക്കി കൊടുത്തത്? ഇന്ത്യ രാജ്യത്ത് തീവണ്ടിപ്പാത മാത്രമല്ല, ഇന്ത്യ രാജ്യത്ത് ദേശീയപാത നിർമ്മിക്കുന്നു. കോവിഡ് വാക്സിൻ ഉണ്ടാക്കുന്നു. ടണലുകൾ നിർമ്മിക്കുന്നു. എല്ലാ കമ്പനിക്കാരുടെ നിന്ന് കാശ് വാങ്ങിച്ചു. അദാനിയുടെ നിന്ന് എങ്ങനെ കാശ് വാങ്ങിച്ചത്? വയനാട്ടിൽ കെ സുരേന്ദ്രൻ ബി ജെ പി സ്ഥാനാർത്ഥി വാർത്ത പറയുന്നുണ്ടോ? വയനാട്ടിൽ കെ സുരേന്ദ്രൻ ബി ജെ പി സ്ഥാനാർത്ഥി വാർത്ത പറയുന്നുണ്ടോ? വയനാട്ടിൽ കെ സുരേന്ദ്രൻ ബി ജെ പി സ്ഥാനാർത്ഥി എന്നൊരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. പറഞ്ഞു പൂർത്തിയാക്കുള്ളൂ. നിങ്ങളൊരു കാര്യം ചെയ്യ്. ധൈര്യമുണ്ടെങ്കിൽ അദാനിയെ പുറത്താക്കുക. കൊടകരയിൽ ഇനിയും പണി വരും. കൊടകരയിൽ ഇനിയും പണി വരും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. പിന്നെ പൈസ ഞാൻ ജോസഫ് ശരി, വയനാട്ടിൽ കെ സുരേന്ദ്രൻ ബി ജെ പി സ്ഥാനാർത്ഥി അല്പസമയത്തിന് ഞാൻ വാർത്തയിലേക്ക് എത്താം. അതിന് ജോസഫ് സി മാത്യു, ഇതൊന്നും ഖജനാവിന് നഷ്ടം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാവാൻ നിൽക്കും. പക്ഷേ അഴിമതി വിരുദ്ധത ആർജവത്തോട് ഇപ്പോൾ ബി ഗോപാലകൃഷ്ണൻ പറയാൻ കഴിയുന്നില്ല. ആ ഇലക്ട്രൽ ബോണ്ട് പേപ്പറുകൾ ഇവർക്കുണ്ടാക്കിയ ക്ഷീണം ചെറുതല്ല. ശ്രീ ജോസഫ് സി മാത്യു, അതിനെ എങ്ങനെയൊക്കെ ന്യായീകരിക്കാൻ നോക്കിയാലും സാർ താങ്കൾ ഇപ്പോൾ കോടതി പോയി പറയാനാ പറഞ്ഞത്. സാർ താങ്കൾ ഇപ്പോൾ പറഞ്ഞത് കോടതി പോയി പറയാനാ പറഞ്ഞത്, അല്ലാതെ മേധയിൽ നിന്ന് പണം വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞില്ല. ബി ഗോപാലകൃഷ്ണൻ താങ്കൾ പറഞ്ഞ കോടതി പോയി പറയാനാ പറഞ്ഞത്, അല്ലാതെ മേധയിൽ നിന്ന് പണം വാങ്ങി താങ്കൾ പറയാൻ കഴിയോ? റോബർട്ട് വാദ്രയിൽ നിന്ന് നിങ്ങൾ പരിഹസിച്ച് പുച്ഛിക്കുന്ന വാദ്രയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടില്ലെന്ന് പറയാൻ കഴിയോ ബി ഗോപാലകൃഷ്ണ? വാദ്രയ്ക്ക് ഷെയറുള്ള DLF ൽ നിന്ന് പണം വാങ്ങി പറയാൻ കഴിയോ? നരേന്ദ്രമോദിയുടെ അഴിമതിയില്ലാത്ത ഭരണകൂടം ധൈര്യം പോയി പറ. ശരി ജോസഫ് സി മാത്യു സാർ ശരി, എനിക്കൊന്നും ശരി, എന്റെ സമയം കഴിഞ്ഞു. പക്ഷേ മേധയിൽ നിന്ന് പണം വാങ്ങില്ലെന്ന് പറയില്ല, മേഘയിൽ നിന്ന് പണം വാങ്ങില്ലെന്ന് പറയില്ല, എന്താ DLF ൽ നിന്ന് പണം വാങ്ങില്ലെന്ന് പറയില്ല. ഈ പറഞ്ഞ ആരോപണ വിധേയര ഒരുപിടി കമ്പനിയിൽ പണം വാങ്ങി പറഞ്ഞു കഴിയില്ല. ശരി, ഓക്കെ. വയനാട്ടിൽ കെ സുരേന്ദ്രൻ ബി ജെ പി സ്ഥാനാർത്ഥി എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്ത. ആലത്തൂരിൽ ഡോക്ടർ TN സരസ് വന്ന BJP പട്ടികയിൽ ജോസഫ് സി മാത്യു സാർ ഒന്നുകൂടി പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ സമയം തീരെയില്ല. ക്ഷമിക്കണം ജോസഫ് സി മാത്യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.